സ്വാഗതത്തിലേക്ക് കടക്കുകയാണ്. 6 വർഷമായി നമ്മുടെ കുന്നോത്തുപറമ്പ്, ചെറുപ്പറമ്പ്, തൂവക്കുന്ന്, പാറാട് മേഖലകളിൽ വിവിധ സന്നദ്ധ പ്രവർത്തനങ്ങൾ, കാരുണ്യ പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസ സർഗാത്മക പ്രവർത്തനങ്ങൾ എന്നിവ നടത്തി വരുന്ന ഒരു ജനകീയ സംഘടന എന്ന് വിശേഷിപ്പിക്കാവുന്ന വിധത്തിൽ പ്രവർത്തിച്ചു വരുന്ന രവി സൂര്യനാണ് സ്നേഹസൂര്യൻ എന്നുള്ള പ്രവാസി വാട്സപ്പ് ഗ്രൂപ്പും അതിനെ ഏകോപിപ്പിച്ച് കാര്യങ്ങളൊക്കെ നിർവഹിച്ച് കൊണ്ടിരിക്കുന്ന കുനിയിൽ രവി ഫൗണ്ടേഷൻ ചേർന്ന് എടുത്ത ഒരു തീരുമാനപ്രകാരം ഈ വർഷം ആദ്യം നമ്മുടെ പ്രദേശത്തെ ഏറ്റവും നല്ല പൊതുപ്രവർത്തകനുള്ള ഒരു പുരസ്കാരം എന്ന നിലക്ക് ഒരു വ്യക്തിയെ ആദരിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് KK സുധീർ കുമാറിനെ ചെയർമാനാക്കി കൊണ്ട് ഒരു സമിതി ഉണ്ടാക്കുകയും അതിന്റെ ഫലമായി നമ്മുടെ പ്രിയങ്കരനായ AV ബാലേട്ടനെ ആ പുരസ്കാരത്തിന് അർഹനാണ് എന്നുള്ള പ്രഖ്യാപനം നടത്തുകയും ചെയ്തിരുന്നു. അപ്പൊ അതിനുശേഷം ആ ചടങ്ങ് നിർവഹിക്കാൻ വേണ്ടി നമ്മൾ ആലോചിച്ചെങ്കിലും കോവിഡിന്റെ കാലമായതിനാൽ നീണ്ടുപോയി. ഈ ദിവസം ആ ഒരു സുദിനം ഈ ദിവസമാണ് വന്നെത്തിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് AV ബാലേട്ടനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ പ്രദേശത്തെ ഒരു നല്ല പൊതുപ്രവർത്തകനെ കാണിച്ചു കൊടുക്കാൻ ഇതിലും നല്ലൊരു വ്യക്തി ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അപ്പൊ അങ്ങനെയുള്ളൊരു വ്യക്തിയെ ആദരിക്കുന്ന ഈ ചടങ്ങിലേക്ക് ആദ്യമായി എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ നാടിന്റെ നന്മയും സുഹൃത്തുമായ നേതാവിനെ ആദരിക്കുന്ന ഈ പരിപാടിയിൽ ആഹ്ലാദത്തോടെയും അഭിമാനത്തോടെയും ആദ്യം തന്നെ AV ബാലേട്ടനെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ആരോഗ്യ സൗഖ്യവും ദീർഘായുസ്സും നേരുകയാണ്. ഇവിടെ അധ്യക്ഷം വഹിക്കുന്നത് CPM-ന്റെ ഭാരവാഹി സെക്രട്ടറി ശ്രീ K കുഞ്ഞത്തുള്ള അവർകളാണ്. അദ്ദേഹത്തിന് ഈ പരിപാടിയിലേക്ക് സസന്തോഷം സ്വാഗതം ചെയ്യുന്നു. ബാലേട്ടന് പുരസ്കാരം നൽകി ആദരിക്കുവാൻ ഞങ്ങളുടെ പ്രത്യേക ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുള്ളത് മുൻ മന്ത്രിയും CPM സംസ്ഥാന കമ്മിറ്റി അംഗവുമായ സെൻട്രൽ കമ്മിറ്റി അംഗവുമായ ശ്രീ EP ജയരാജൻ അവർകളാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യാം. കുനിയിൽ രവി ഫൗണ്ടേഷൻ റിപ്പോർട്ട് അവതരിപ്പിക്കുവാൻ ഫൗണ്ടേഷൻ സെക്രട്ടറി C നാണുമാസ്റ്റേയും പുരസ്കാര സമിതി അംഗം TV കുഞ്ഞിക്കണ്ണൻ മാസ്റ്ററേയും സ്നേഹത്തോടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. അതുകൂടാതെ വിവിധ പാർട്ടികളിലെ ആശംസാ പ്രസംഗങ്ങൾ നടത്തുന്നതിന് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. LJD-യുടെ NK അനിൽകുമാർ, മുസ്ലിം ലീഗിലെ മുത്താർ ഇസ്മായിൽ, NCP-യിൽ നിന്ന് K മൂതൻ മാസ്റ്റർ, CPI-M-ലെ P ഹരീന്ദ്രൻ, മുൻ മലബാർ ദേവസ്വം ബോർഡ് ചെയർമാനും ചിരകാലം ബാലേട്ടനുമായി ദ്വന്ദ്വയുദ്ധം നടത്താറുള്ള OK വാസു മാസ്റ്റർ, രവിസൂര്യനാണ് സ്നേഹസൂര്യൻ കൂട്ടായ്മയുടെ ശില്പി എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന VP സുരേഷ്, ഇവരെയെല്ലാം ആശംസകൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഇവിടെ വന്നിട്ടുള്ള
നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ ആളുകളെയും ക്ഷണിക്കുന്നതോടൊപ്പം സ്വാഗതം ചെയ്യുന്നതോടൊപ്പം വേറൊരു പരിപാടി, പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് രവി സൂര്യനാണ് സ്നേഹസൂര്യൻ നൽകുന്ന ഉപഹാര സമർപ്പണമുണ്ട്. അത് കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP ശാന്ത അവർ അക്കാദമി നിർവഹിക്കും. അവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാണ്. അതിനുശേഷം രവിയുടെ മറുപടി പ്രസംഗം ഉണ്ടാവും. നന്ദി പ്രകാശനം രവി ഫൗണ്ടേഷൻ പ്രസിഡന്റ് VP നാണ് മാസ്റ്റർ. അദ്ദേഹത്തെയും പിന്നെ ഇവിടെ നമ്മുടെ പാനൂരിലെ മുതിർന്ന പാർട്ടി നേതാവുമായിട്ടുള്ള സുധാദേവി, വേദിയിരിക്കുന്ന പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സ്കാവ് പി ഹരീന്ദ്രൻ, ജില്ലാ കമ്മിറ്റി അംഗം പൗത്ര മാഷ്, മറ്റ് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ആരാധ്യരായിട്ടുള്ള നേതാക്കൾ, ജനപ്രതിനിധികൾ, രവി സൂര്യനാണ് എന്ന കൂട്ടായ്മയുടെ ഭാരവാഹികൾ, രവി ഫൗണ്ടേഷന്റെ ഭാരവാഹികൾ, നമ്മുടെ എല്ലാം പ്രിയങ്കരനായിരുന്ന അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞു പോയിട്ടുള്ള രവി മാസ്റ്ററുടെ സ്മരണയെ മുൻനിർത്തിക്കൊണ്ട് ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും അഭ്യുദയകാംക്ഷികളും ഒക്കെ ചേർന്നുകൊണ്ട് രൂപം കൊടുത്ത പ്രവാസി കൂട്ടായ്മയും രവി ഫൗണ്ടേഷനും നമ്മുടെ മേഖലയിൽ വളരെ ശ്രദ്ധേയമായ നിലയിലുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ മനസ്സിൽ രൂപം നൽകിയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ മനസ്സിനകത്ത് ഉയർന്നു വന്നിട്ടുള്ള ഒരാശയത്തെ അത് പ്രാവർത്തിക മണ്ഡലത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി അവാർഡ് കമ്മിറ്റിയെ തീരുമാനിക്കുകയും ഈ കിഴക്കൻ പാനൂർ ഏരിയയുടെ കിഴക്കൻ പ്രദേശമായിട്ടുള്ള ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും നല്ല പൊതുപ്രവർത്തകന്മാരെ ആദരിക്കണം എന്ന നിലയിലുള്ള ഒരു തീരുമാനം കൈക്കൊണ്ടതിൻ്റെയും അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ 40-60 വർഷക്കാലം ഈ മേഖലയിലാകെ നിറഞ്ഞു നിന്ന് രാഷ്ട്രീയ പ്രവർത്തനത്തിനും പൊതുപ്രവർത്തനത്തിനും നേതൃത്വം കൊടുത്തിട്ടുള്ള സുധാദേവിയെ ഈ വർഷത്തെ അല്ലെങ്കിൽ ആദ്യത്തെ പുരസ്കാര ജേതാവായി ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തു. ആ പുരസ്കാരം കഴിഞ്ഞ വർഷം തീരുമാനിക്കപ്പെട്ടപ്പോൾ ആ പുരസ്കാരം നൽകുന്നതിന് വേണ്ടി ഇതിന്റെ ഭാരവാഹികൾ ആദ്യമേ തെരഞ്ഞെടുത്തിട്ടുള്ളത് പാനൂരിന്റെ രാഷ്ട്രീയത്തിൽ പാനൂരിലെ ജനങ്ങൾക്കാകെ പാർട്ടിക്കാകെ കരുത്തും ആവേശവും പകർന്നിട്ടുള്ള സഖാവ് EPA. അദ്ദേഹം അന്ന് വ്യവസായ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഇങ്ങനെയൊരു പുരസ്കാരം നൽകുന്നതിന് വേണ്ടിയുള്ള ആലോചനകൾ നടക്കുകയും അതനുസരിച്ച് സഖാവിന്റെ തീയതി ഉൾപ്പെടെ നമ്മൾ വാങ്ങുകയും ചെയ്തതായിരുന്നു. പക്ഷെ നമ്മുടെ മേഖലയിൽ ഉണ്ടായിട്ടുള്ള കോവിഡിന്റെ വലിയ നിലയിലുള്ള ഭീഷണി വ്യാപനം
അത്തരമൊരു പരിപാടി സംഘടിപ്പിക്കാൻ കഴിയാതെ പോവുകയാണ് ഉണ്ടായത്. തുടർന്നാണ് വളരെ ലളിതമായിട്ടുള്ള ഒരു ചടങ്ങ് നടത്തിക്കൊണ്ട് ഈ പുരസ്കാരം അത് അർഹതയുള്ള കൈകളിൽ ഏൽപ്പിക്കണം എന്ന ഈ കൂട്ടായ്മയുടെയും ഫൗണ്ടേഷന്റെയും ആഗ്രഹത്തിന്റെ സഫലീകരണമാണ് നമ്മൾ ഇന്നിവിടെ നടത്തുന്നത്. തീർച്ചയായും പൊതുരാഷ്ട്രീയ രംഗത്ത് വളരെ ദീർഘമേറിയിട്ടുള്ള പാരമ്പര്യം ഉള്ള സ്കാബേബി പാനൂരയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രം എഴുതുമ്പോൾ അത് നിർണായകമായ ഒരു സ്ഥാനം വഹിക്കുന്ന സ്കാബേബി പാനൂരയിൽ ജീവിച്ചിരിക്കുന്ന മുതിർന്ന നേതാക്കൾ ഒന്ന് ചൊക്ലിലെ സ്കാബ് കെ വി ദാമോദരൻ, രണ്ടാമത് നമുക്കിപ്പോൾ ഉള്ളത് സ്കാബേബിയാണ്. സ്കാബേബിയെ ആദരിക്കാനും ഈ പുരസ്കാരം നൽകാനും തീരുമാനിച്ചിട്ടുള്ള ഇതിന്റെ അവാർഡ് കമ്മിറ്റിയെയും അതുപോലെ തന്നെ പൊതുപ്രവർത്തകർക്ക് ആദരവ് നൽകണം എന്ന തീരുമാനമെടുത്തിട്ടുള്ള ഇതിന്റെ ഫൗണ്ടേഷന്റെയും കൂട്ടായ്മയുടെയും പ്രവർത്തകന്മാരെയും ഞാൻ ഈ സന്ദർഭത്തിൽ ഹാർദമായി അഭിവാദ്യം ചെയ്യുകയാണ്. ഒട്ടനവധി നേതാക്കന്മാർ നിങ്ങളോട് സംസാരിക്കാനുണ്ട്. പ്രത്യേകിച്ച് കോവിഡ് കാലത്ത് ഞാൻ അഭിവാദ്യം ചെയ്യാം. ഇപ്പോൾ പറയുന്നത് ഒരു റിപ്പോർട്ടല്ല, ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വളരെ ലളിതമായ വാക്കുകളിൽ എന്താണ് കുനിയിൽ രവി ഫൗണ്ടേഷൻ, അതുപോലെ എന്താണ് രവി സൂര്യനാണ് സ്നേഹ സൂര്യൻ എന്ന വാട്സപ്പ് കൂട്ടായ്മ, ഇവയെക്കുറിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ചെറുതായി ഒന്ന് പ്രതിപാദിക്കുകയാണ്. അതുപോലെ അതിൻ്റെ ഉദ്ദേശം എന്ത്, ലക്ഷ്യം എന്ത്, എന്തിനു വേണ്ടി രൂപീകരിച്ചു എന്നൊക്കെ ഒരു സൂചന മാത്രം നൽകുകയാണ്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ദേവമാസ്റ്റർ എന്ന മനുഷ്യനെ അല്ലെങ്കിൽ മനസ്സിൽ നിന്നും മരിക്കാത്ത പ്രിയ സുഹൃത്ത്, സാമൂഹ്യ പ്രവർത്തകനായ അധ്യാപകൻ, ജാതിമത രാഷ്ട്രീയ വേർതിരിവില്ലാത്ത ഒരു ഉത്തമ കമ്മ്യൂണിസ്റ്റുകാരൻ അകാലത്തിൽ വേർപെട്ടു പോയപ്പോൾ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും സഹയാത്രികരും അദ്ദേഹത്തിന്റെ ഓർമ്മ നിലനിർത്താൻ വേണ്ടി 2015 ഒക്ടോബർ മാസത്തിൽ ഒത്തുചേർന്ന ഒരു സൗഹൃദ കൂട്ടായ്മയാണ് കുനിയിൽ രവി ഫൗണ്ടേഷന് രൂപം നൽകിയത്. അതിന്റെ ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളെയും പ്രവർത്തനങ്ങളെയും പ്രതിപാദിക്കുന്ന ഒരു ബൈലോ തയ്യാറാക്കുകയും സഹകരണ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യുകയും ചെയ്തതാണ് കുനിയിൽ രവി ഫൗണ്ടേഷൻ. എൻ്റെ കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഇതിനിപ്പോൾ 19 എന്ന എക്സിക്യൂട്ടീവ് അംഗങ്ങളാണ് അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് ചെറുപ്പങ്ങട്ടൂർ, കുന്നോത്തുറമ്പ് പഞ്ചായത്തുകളാണ്. ഇതേപോലെ എന്താണ് രവി സൂര്യനാണ് സ്നേഹ സൂര്യൻ എന്ന വാട്സപ്പ് കൂട്ടായ്മ? ദേവമാസ്റ്ററുടെ കാലഘട്ടത്തില് അദ്ദേഹത്തിന്റെ സ്നേഹസ്പർശം അനുഭവിച്ചതും സഹപ്രവർത്തകരുമായ ധാരാളം സുഹൃത്തുക്കൾ ജീവിത പ്രയാസങ്ങൾക്കൊടുവിൽ തൊഴിൽ തേടി അന്യനാടുകളിൽ പ്രവാസികളിൽ കഴിയുന്ന ഒരു വട്ടം നന്മ പറ്റാത്ത മനസ്സുള്ള സുമനസ്സുകളായിരിക്കുന്ന സുഹൃത്തുക്കൾ. ദേവമാസ്റ്ററുടെ വേർപാട് ഒരു ഞെട്ടലോടെ അറിഞ്ഞ് സംഭവിച്ചിരുന്നവർ. ദേവമാസ്റ്റർ പകർന്നു നൽകിയ മനുഷ്യ സ്നേഹവും സംഘടനാ ഭാരവുമായി ഗൾഫ് നാടുകളിലടക്കം കഴിയുന്ന നിരവധി പേരുണ്ട്. ദേവമാസ്റ്ററുടെ വേർപാട് അവിശ്വസനീയമായി തോന്നിയ പലരും ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ പെട്ടെന്ന് കഴിയാത്തവരായിരുന്നു. വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് നവമാധ്യമങ്ങൾ വഴി ഒരുമിച്ച് പങ്കുവെച്ച ഓർമ്മകൾ, ചർച്ചകൾ പിന്നീട് കൂട്ടായ്മയുടെ രൂപീകരണത്തിനിടയായി. കൂട്ടായ്മയുടെ രക്ഷാധികാരികളായി ഇന്ന് പ്രവർത്തിക്കുന്ന, ഇതിനെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഇവിടെ ഇരിക്കുന്ന VP സുരേഷിനെ പോലെയുള്ള
KK യൂസഫിനെ പോലെയല്ല, MB രവിയെ പോലെയല്ല, ഒരുപറ്റം പ്രവാസികളാണ് ഈ കൂട്ടായ്മയുടെ വക്താക്കൾ. മറ്റ് ധാരാളം പേരുണ്ട്, ഞാൻ അവരുടെയും ഇവിടെ പ്രതിപാദിക്കുന്നില്ല. അവർ രൂപം കൊടുത്തതാണ് രവി സൂര്യനാണ് സ്നേഹസൂര്യൻ എന്ന നവമാധ്യമ കൂട്ടായ്മ. രവി മാസ്റ്റർ നമ്മളിലൂടെ ജീവിക്കണമെന്ന ചിന്തയിൽ രൂപം കൊണ്ടതാണ് ഈ കൂട്ടായ്മ. ഇതൊരു സാധാരണ വാട്സ്ആപ്പ് ഗ്രൂപ്പല്ല, വളരെ കർശനമായ നിബന്ധനകളോടെ പ്രവർത്തിക്കുന്ന വിവിധ സബ് ഗ്രൂപ്പുകളൊക്കെയുള്ള ഇതിന്റെ പ്രത്യേകതയാണ്. ഒരു ദിവസം പോലും രവി മാസ്റ്ററുടെ പേര് പറയാതെ കടന്നു പോകുന്നില്ല. രവി മാസ്റ്റർ ഇവരിലൂടെ ജീവിക്കുകയാണ്. എല്ലാ ദിവസവും അതിന്റെ സംവാദ ഗ്രൂപ്പിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിരവധി ഗ്രൂപ്പുകളുണ്ട്. രവി സൂര്യനാണ് സ്നേഹസൂര്യൻ വളരെ ചിട്ടയോടെ പ്രവർത്തിക്കുന്നു. ഈ സംവാദ ഗ്രൂപ്പിൽ പലപ്പോഴും അതിഥികളായി പലരും എത്താറുണ്ട്. ആ ഗ്രൂപ്പിലെ അംഗങ്ങൾ ചർച്ചയിൽ പങ്കെടുക്കുന്നത് തന്നെ രവി സൂര്യനാണ് സ്നേഹസൂര്യൻ നവമാധ്യമ കൂട്ടായ്മയിലെ മുഴുവൻ കൂട്ടുകാർക്കും അഭിവാദ്യങ്ങൾ. ഇത് പറയാതെ ഒരു ദിവസം പോലും കടന്നു പോകുന്നില്ല. എന്ന് പറയുന്നത് ധാരാളം വ്യക്തികൾ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ഇന്നും ഇവരുടെ ഓർമ്മകളിലൂടെ എല്ലാ ദിവസവും ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയായി രവിമാസ്റ്റർ മാറിയിരിക്കുന്നതാണ്. രവിമാസ്റ്റർ ജീവിച്ചിരുന്നെങ്കിൽ എന്തൊക്കെ ചെയ്യുമായിരുന്നോ അതൊക്കെ നടപ്പിലെടുക്കാൻ ശ്രമിക്കുകയാണ് അവർ ആ കൂട്ടായ്മയിലൂടെ. ഈ കൂട്ടായ്മയിൽ എല്ലാവരും കുഞ്ഞിൽ രവി ഫൗണ്ടേഷൻ അംഗങ്ങളാണ്.
പൊന്നമാഷ്, അനിൽകുമാർ, നമ്മുടെ പ്രിയപ്പെട്ട ഓക്കെ വാസുദേവൻ, അതുപോലെ പി ശാന്താർ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ഇവിടെ ഈ റിപ്പോർട്ടിലെ പൂർണ്ണത എന്ന് പറയുന്നത് ഞങ്ങളെല്ലാം സംസാരിക്കുമ്പോഴാണ് ഈ ബാലനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തൽ പൂർണ്ണമാകും. ഇവിടെ ഒരു മാസ്റ്ററുടെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി രൂപീകരിച്ചിട്ടുള്ള രവി സൂര്യനാണ് സ്നേഹസൂര്യൻ എന്ന വാട്സപ്പ് കൂട്ടായ്മ ഈ വർഷം മുതൽ ഏർപ്പെടുത്തിയുള്ള പുനീത് രവി പുരസ്കാരം, ഈ വർഷത്തെ 1ാമത്തെ പുരസ്കാരം തിരഞ്ഞെടുക്കപ്പെട്ടുള്ളത് സഖാവ് KV. കുന്നോത്തുപറമ്പ് തൃപ്പമൂർ പഞ്ചായത്തുകളിലെ നിർഭരമായ പൊതുപ്രവർത്തനം നടത്തിയ മുതിർന്ന സാമൂഹ്യ പ്രവർത്തകരെ ആദരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ രവി മാസ്റ്റർ ഫൗണ്ടേഷൻ ഇത്തരത്തിലുള്ള ഒരു അവാർഡ് ഏർപ്പെടുത്തിയത്. പാനൂരിന്റെ കിഴക്കൻ മേഖലയിൽ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് എത്ര നിസ്വാർത്ഥമായ പ്രവർത്തനം നടത്തിയിട്ടുള്ള സഖാവ് KV നമ്മുടെ നാട്ടിലെ എല്ലാ ആളുകളും അത് രാഷ്ട്രീയത്തിന് അതീതമായി ഒരേ അഭിപ്രായത്തിൽ, ഒരേ സ്വരത്തിൽ KVയെ കുറിച്ച് ഈ രംഗത്തുള്ള പ്രവർത്തനത്തെ ഏറ്റവും സ്തുത്യർഹമായ നിലയിൽ തന്നെയാണ് കാണുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാനൂർ ഏരിയ കമ്മിറ്റി അംഗമായും കർഷക സംഘത്തിന്റെ കണ്ണൂർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗമായും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും സഖാവ്. ബാലസംഘത്തിലൂടെയാണ് സഖാവ് പൊതു പ്രവർത്തന രംഗത്തേക്ക് വരുന്നത്. 1957 മുതൽ ബാലസംഘത്തിന്റെ പ്രവർത്തകരായി സാമൂഹ്യ രംഗത്തേക്ക്, രാഷ്ട്രീയ രംഗത്തേക്കും കടന്നു വരികയാണ്. 20ാമത്തെ വയസ്സിൽ തന്നെ കർഷക സംഘത്തിന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായി പ്രവർത്തിക്കുകയും ഇപ്പോഴും കണ്ണൂർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗമായി തുടരുകയും ചെയ്യാം. CPMന്റെ പാനൂർ ലോക്കൽ കമ്മിറ്റി അംഗമായി പിന്നീട് 1975 പാർട്ടി തലശ്ശേരി ഏരിയ കമ്മിറ്റി അംഗമായി. 80 ആയപ്പോൾ തലശ്ശേരി ഏരിയ കമ്മിറ്റി വിഭജിച്ച് പാനൂർ ഏരിയ കമ്മിറ്റി രൂപീകരിച്ച ഘട്ടത്തിൽ അന്നു മുതൽ ഏരിയ കമ്മിറ്റി അംഗമായി പ്രവർത്തിക്കുക. നമ്മുടെ മേഖലയിൽ ആ കാലത്തുണ്ടായിരുന്ന ആക്ഷൻ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും മാതൃകാപരമായി അതിന്റെ മുൻപന്തിയിൽ പ്രവർത്തിച്ച സഖാവായിരുന്നു KV. ഇത് മാത്രമല്ല, നമ്മുടെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിശദമായി ഞാനിവിടെ പറയുന്നത് മോഹനഗിരി എസ്റ്റേറ്റ് സമരം, അതുപോലെ നമ്മുടെ നാട്ടിലുള്ള എല്ലാ രാഷ്ട്രീയ സമരങ്ങളിലും എല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സഖാവാണ്. ഇവിടെ ഈ റിപ്പോർട്ട് കൂടുതൽ പറയണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഏറ്റവും നല്ല പ്രാസംഗികൻ, ഒരുപക്ഷെ ഈ നാടിന്റെ മണമുള്ള ഭാഷ ഉപയോഗിച്ച് ഈ നാട്ടിലെ ജനങ്ങളെ ഏറ്റവും രാഷ്ട്രീയ ഉത്ബുദ്ധതയുള്ള ആളുകളാക്കി മാറ്റാനുള്ള പ്രവർത്തനം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നാണ്. ഞാൻ ചിലപ്പോൾ ഓർമ്മിച്ചു പോകാറുണ്ട് അദ്ദേഹത്തിന്റെ ചില ശൈലികൾ. ചിലപ്പോൾ അത് ഇപ്പൊ പറയുമ്പോഴായിരിക്കും അത് കുറച്ചുകൂടി രസമുണ്ടാകും. നാരായണ പ്രസംഗത്തിൽ പറയാം, പത്രങ്ങളുടെ ചില റിപ്പോർട്ടുകൾ എവിടെയും തൊടാതെ ആരെയും ആക്ഷേപിക്കാതെ പറഞ്ഞപ്പോ ഒരു പ്രസംഗത്തില് സഖാവ് പറഞ്ഞത് ഇടയിലിട്ട് ഏടി കൊണ്ടുപോകും പോലെയാണ്. അവിടെ ഇവിടെയും തൊടാതെ കൊണ്ടുപോകും. ഇതെല്ലാം ഇങ്ങനെ ഏറ്റവും സ്വതസിദ്ധമായ നിലയിൽ, നാട്ടുകാർക്ക് ഏറ്റവും ആസ്വാദ്യകരമായ നിലയിൽ തനിമയുള്ള മണ്ണിന്റെ മണമുള്ള ഭാഷ ഉപയോഗിച്ച് പ്രസംഗിക്കാനും എല്ലാം കഴിവുള്ള സഖാവാണ്. നിസ്വാർത്ഥമായി ഒന്നും ആഗ്രഹിക്കാതെ പ്രവർത്തിച്ച സഖാവ്. അതുപോലെ തന്നെ ഭരണരംഗത്തും ഒരു പ്രാവശ്യം കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് മെമ്പറായിട്ടുണ്ട്. 2 പ്രാവശ്യം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ രംഗത്തും
ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിച്ച സഖാവാണ് AV. ആ നിലയിലാണ് ഈ അവാർഡിന് അദ്ദേഹത്തെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. മറ്റ് കാര്യങ്ങളെല്ലാം ഇവിടെ പ്രസംഗിക്കുന്ന മറ്റുള്ളവർ ഇവിടെ വാക്കുകളിലൂടെ പൂർണ്ണമാകും. ഛായാചിത്രം കൈമാറ്റം നടന്നു. അതുപോലെ തന്നെ പഞ്ചായത്ത് മെമ്പർ ആദരിക്കുന്ന ബഹുമാന്യനായ ശ്രീ AV ബാലൻ, മറ്റ് സഹോദരന്മാർ, നമ്മുടെ ഈ പാനൂർ മേഖലയിൽ പ്രത്യേകിച്ച് മുന്നോട്ട് വളർന്ന് വാറാട് പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രവാസികളല്ലാത്തവരും എല്ലാം കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു സംരംഭമാണ് കുനിൽ രവി ഫൗണ്ടേഷൻ. അകാലത്തിൽ ഒഴിഞ്ഞുപോയ, നമ്മളിന്ന് വേറിട്ട് പോയ ഒരു നല്ല ചെറുപ്പക്കാരൻ, ഒരു അധ്യാപകൻ, ഒരു സാമൂഹ്യ പ്രവർത്തകൻ, ഒരു ജനസേവകൻ, അത്തരത്തിലുള്ള ഒരു വ്യക്തിത്വത്തെ ആദരിക്കുന്നതിൻ്റെ ബഹുമാനിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തോടുള്ള ബഹുമാനാദരവ് കാത്തുസൂക്ഷിക്കാൻ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും നാട്ടുകാരും എല്ലാം കൂടി ചേർന്നുകൊണ്ടാണ് ഫൗണ്ടേഷൻ രൂപീകരിച്ചത്. ആ ഫൗണ്ടേഷൻ ഇവിടെ വിശദീകരിച്ചതുപോലെ ഒട്ടനവധി സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വർഷം കുനിൽ രവി ഫൗണ്ടേഷൻ സാമൂഹ്യ രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത് ജനങ്ങളുടെയോടുള്ള പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിച്ചുകൊണ്ട് ഇന്നും സജീവമായി നിറഞ്ഞു നിൽക്കുന്ന ആളുകൾക്ക്, വ്യക്തികൾക്ക് ഒരു പുരസ്കാരം നൽകണമെന്ന് തീരുമാനിച്ചു. സ്വാഭാവികമായും ഒരു പുരസ്കാരം നൽകാൻ തീരുമാനിക്കുമ്പോൾ, ഒരു അവാർഡ് നൽകാൻ തീരുമാനിക്കുമ്പോൾ അതിന് ഒരു കമ്മിറ്റിയെ, ഒരു അവാർഡിന് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റിയെ അവർ വിവിധ മേഖലകളിലെല്ലാം പരിശോധിച്ചുകൊണ്ട് കണ്ടെത്തിയത് സഖാവ് AV ബാലനെ തീർച്ചയായും അർഹമായിട്ടുള്ളതും ശരിയായിട്ടുള്ളതുമായ ഒരു നിലപാട് തന്നെയാണ് ഫൗണ്ടേഷൻ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ഇതുപോലുള്ള ഒരു ആദരവ് നേരത്തെ തന്നെ സഖാവ് AV ബാലൻ നൽകേണ്ടതായിരുന്നു. പല കാരണങ്ങളാൽ നമുക്ക് സാധിക്കും. ഇന്ന് സഖാവ് AV ബാലനെ കാണുമ്പോൾ ചെറുപ്രായമാണ് നമുക്ക് തോന്നിയേക്കാം. ഞാൻ കാണുന്ന കാലം മുതൽ AV ബാലന്റെ പോലെ, പക്ഷെ 79 വയസ്സ് പ്രായം. 1942 അദ്ദേഹത്തിന്റെ ജനിച്ച വർഷം. അപ്പൊ 79 വർഷക്കാലത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗം ജനങ്ങൾക്കിടയിൽ തന്നെയായിരുന്നു. ഒരു കർഷക കുടുംബത്തിൽ, ഒരു പാവപ്പെട്ട കർഷക തൊഴിലാളി കുടുംബത്തിൽ ജനിച്ചു വളർത്താൻ പ്രാഥമികമായ വിദ്യാഭ്യാസം മാത്രം ലഭിച്ചു. ഉപജീവനത്തിന് വേണ്ടി പല തൊഴിലുകൾ സ്വീകരിച്ചു. അതിന്റെ ഭാഗമായിട്ട് തന്നെ തയ്യൽ ജോലി ചെയ്തു. തയ്യൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന് ഒരു പേര്, പ്രശസ്തമായ പേര്, ബാലമേശ്വരി. അങ്ങനെ നമ്മുടെ പഴയ ആളുകൾ, പ്രത്യേകിച്ച് സഖാവ് IV ദാസ്, അദ്ദേഹം
ജയിപ്പാനെ വിളിക്കാതെ ബാലമേശ്വരി. അപ്പൊ ഒരു ബഹുമാന ആദരവാണ് അതിലൂടെ. അതിനുശേഷം മറ്റു പല തൊഴിലും ചെയ്ത് ഉപജീവനത്തോടൊപ്പം അദ്ദേഹം സാമൂഹ്യ രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത് അർപ്പിത മനോഭാവത്തോടുകൂടി തങ്ങളുടെ കഴിവ് മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടി അർപ്പിച്ച് അദ്ദേഹം ജീവിതം നയിച്ചു. അതിന്റെ ഫലമായിട്ടാണ് അദ്ദേഹത്തിന് വ്യത്യസ്ത സ്ഥാനങ്ങൾ, ചുമതലകൾ വഹിക്കേണ്ടി വന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റിന്റെ ഉയർന്ന സ്ഥാനങ്ങളിൽ അദ്ദേഹം പ്രവർത്തിച്ചു. കർഷക സംഘത്തിന് ഉയർന്ന സ്ഥാനങ്ങൾ പ്രവർത്തിച്ചു. അതുപോലെ ട്രേഡ് യൂണിയൻ രംഗത്ത് ഉയർന്ന സ്ഥാനങ്ങൾ പ്രവർത്തിച്ചു. ഒട്ടനവധി സംഘടനകളുടെ നായകത്വം വഹിച്ചുകൊണ്ട് വിദ്യാർത്ഥികളെയും കുട്ടികളെയും സംഘടിപ്പിച്ചുകൊണ്ട് മഹിളകളെ സംഘടിപ്പിച്ചുകൊണ്ടെല്ലാം ഉള്ള പ്രവർത്തനങ്ങൾ സജീവ സാന്നിധ്യമായി. ഈ പാനൂരിന് ചില പ്രത്യേകതകളുണ്ട്. പാനൂരിൽ ഇടതുപക്ഷ പ്രസ്ഥാനം പടിപടിയെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു നാടാണ്. സാംസ്കാരിക രംഗത്ത് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു നാടാണ്. ഒട്ടനവധി സാംസ്കാരിക നായകന്മാർക്ക് ജന്മം കൊടുത്ത നാടാണ്. പക്ഷെ ഇവിടെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പ്രതികൂലമായ ഒട്ടനവധി പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെയാണ് ഇവിടെ ഇടതുപക്ഷ പ്രസ്ഥാനം വേരൂന്നിയത്. സാധാരണഗതിയിൽ ഈ ആവേശം കൊണ്ട് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരികയാണ്. ത്യാഗപൂർവ്വം പ്രവർത്തിക്കാൻ, ത്യാഗപൂർവമായ പ്രവർത്തനത്തിന്റെ മനസാന്നിധ്യം ഉറപ്പുവരുത്തിയിട്ടാണ് ഈ പാനൂർ മേഖലയിൽ ഇടതുപക്ഷ പ്രവർത്തകന്മാർ പ്രവർത്തിക്കുന്നത്. വളരെ സെൻസിറ്റീവായിട്ടുള്ള ഏരിയയിൽ ഈ പ്രദേശങ്ങളിൽ മതസാഹോദര്യം ഉയർത്തിപ്പിടിക്കാൻ, ജനങ്ങൾക്കിടയിൽ ഒരു സാഹോദര്യം സൃഷ്ടിച്ചെടുക്കാൻ ഇടതുപക്ഷ പ്രസ്ഥാനം വഹിച്ചിട്ടുള്ള പങ്ക് ഏറ്റവും വലുതാണ്. ആ പ്രവർത്തനങ്ങളിൽ ഇവിടുത്തെ ഓരോ പ്രവർത്തകരും അവരുടെ സംഭാവന നിർവഹിച്ചു. ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായിട്ടുള്ള ചുമതല വഹിച്ച സഖാവാണ്. ഇവിടെ നിലനിൽക്കുന്ന സാഹോദര്യം ഇടതുപക്ഷത്തിന്റെ അസാന്നിധ്യം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ നാട് ഇതുപോലെ നിൽക്കില്ലായിരുന്നു. ഇടതുപക്ഷ സാന്നിധ്യമാണ് ഈ പാനൂർ മേഖലയെ മതസാഹോദര്യത്തിന്റെയും ഐക്യത്തിന്റെയും ജനസംരക്ഷണത്തിന്റെയും ഒക്കെ അധ്യായം സൃഷ്ടിച്ചുകൊണ്ട് ഇന്നത്തെ നിലയിൽ ഈ നാടിനെ ഉയർത്തിക്കൊണ്ടുവന്നു. ഇതിനോട് ഒരുപാട് ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും സാഹസികതയും നിർവഹിച്ചിട്ടുള്ളവരാണ് നമ്മുടെ ഇടയിലുള്ള പലരും, ഇന്ന് നേതൃത്വ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പലരും. അതുകൊണ്ട് ഇവിടുത്തെ ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനം എന്ന് പറയുന്നത് ശരിയായി നമ്മളൊരു പദം ഉപയോഗിക്കാറുണ്ട്. തീയിൽ മുളച്ചതാണ്, കുരുത്തതാണ്. യഥാർത്ഥത്തിൽ അത് വളരെ അർത്ഥപുഷ്ടമായിട്ടൊരു വാക്കിന് ഈ നാട് സാന്നിധ്യമാണ്. അങ്ങനെയൊക്കെ ജനസേവനത്തിന് വേണ്ടി സ്വന്തം ജീവിതം മറന്നുകൊണ്ട്, സ്വന്തം ജീവിതം ഉപേക്ഷിച്ചുകൊണ്ട് ജനസേവനം നടത്തിയിട്ടുള്ള നാടാണ്. ഇപ്പൊ നിങ്ങൾക്കൊക്കെ അറിയാം, സഖാവിനെയാണ് ഒരു നിരപരാധി ഘോഷിക്കപ്പെടുക, കുറ്റം ആരോപിക്കുക. എത്ര ക്രൂരമായിരുന്നു സംഭവം. ആ ക്രൂരതക്കും കൂടി ആളുണ്ടായിരുന്നല്ലോ. അതാണ് നമ്മുടെ മണ്ണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നും ഏത് സ്ഥലത്തും ജനങ്ങൾക്ക് വേണ്ടി ഓടിയെത്തുന്ന പൊതുപ്രവർത്തകരെ അതിന്റെ ഫലമായി ഉണ്ടാകുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ വളർച്ചയെ തകർക്കാൻ ഏത് വഴിയും സ്വീകരിച്ചിട്ടുള്ള ഒരു പശ്ചാത്തലം ഇവിടെയുണ്ട്. അതിനെയൊക്കെ നെഞ്ചൂക്കോടുകൂടി നേരിട്ടുള്ള ജനതയാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആ ജനതയ്ക്ക് മുമ്പിൽ തൻ്റെ ഒരു 42 കഴിഞ്ഞൊരു 10-15 വർഷം കഴിയുമ്പോഴേക്കും ഇവിടെ തന്നെ പറഞ്ഞത് 7ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ അദ്ദേഹം ബാലസംഘത്തിലൂടെ ഒരു 10-14 വയസ്സാകുമ്പോഴേക്കും
അദ്ദേഹം സംഘടനാ പ്രവർത്തനത്തിലേക്ക് വരികയാണ്. 14 വയസ്സിലാണ്. അപ്പോൾ ആ തരത്തിൽ 8, 10, 15 വയസ്സിൽ സംഘടനാ പ്രവർത്തനത്തിലേക്ക് വന്ന് ജീവിതം മുഴുവൻ അധ്വാനിച്ച് സ്വന്തം ജീവിതം സംരക്ഷിക്കുമ്പോൾ തന്നെ, കുടുംബത്തെ സംരക്ഷിക്കുമ്പോൾ തന്നെ നാടിനെയും സംരക്ഷിക്കാൻ ജീവിതം അർപ്പിച്ചിട്ടുള്ള ഒരു പൊതുസേവകനാണ് സഖാബി. അതുകൊണ്ട് തീർച്ചയായും ഈ കുരിയൽ രവി ഫൗണ്ടേഷൻ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. നിങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് അർഹതപ്പെട്ട ആളെ തന്നെ. ഇന്ന് അവാർഡുകളും മറ്റും കൊടുക്കപ്പെടുന്നതിന് പല വഴികളുമുണ്ട്. യഥാർത്ഥ അവകാശികൾക്ക് തന്നെ കണ്ടെത്തി ഈ സമൂഹത്തിന്റെ മുമ്പിൽ അവരുടെ സേവനത്തെ പ്രകീർത്തിക്കുന്നത് നമ്മളിലെല്ലാം പൊതുസേവന രംഗത്ത് ഒരു ത്യാഗപൂർണമായ പ്രവർത്തനത്തിന്റെ സന്ദേശം നൽകും. സഖാബി ബാലന് നൽകുന്ന ഈ പുരസ്കാരം നമ്മുടെ സമൂഹത്തിൽ നൽകുന്നൊരു സന്ദേശമുണ്ട്. നാടിനു വേണ്ടി പ്രവർത്തിക്കുന്നവരെ ജനത എന്നും സ്മരിക്കും, എന്നും ഓർക്കും, അവരെ ആദരിക്കും. ആ ബോധം ജനങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാൻ തീർച്ചയായും ഈ സംരംഭം കൊണ്ട് കഴിയും. ഇന്ന് വല്ലാത്തൊരു അന്തരീക്ഷമാണ് ലോകത്തിലാകെ. നമ്മളൊക്കെ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് വളരെ അകന്നിരിക്കുകയാണ്, ശാരീരിക അകലം പാലിച്ചിരിക്കുകയാണ്, എല്ലാവരും മാസ്ക് ധരിക്കുകയാണ്. വല്ലാത്തൊരു ദുരന്തമാണ് ഇത് ലോകത്തെ ബാധിക്കുന്നത്. ഇത് വളരെ പെട്ടെന്ന് അവസാനിക്കുമെന്നൊരു ധാരണയിലേക്കൊന്നും നമുക്ക് പോയിക്കൂടാ. ഇതൊരു മഹാമാരിയാണ്. ഈ മഹാമാരി ലോകത്തെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ വൈറസ്, ഈ കൊറോണ വൈറസ്, അതാണ് ഈ COVID-19 കൊറോണ വൈറസ്. അതാണ് അതിന്റെ അണു. ആ അണുവെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻ, വാക്സിൻ ഒന്നും ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാക്സിൻ ഇതിനെ പ്രതിരോധിക്കാനുള്ള ശരീരത്തിന് ശക്തി കൊടുക്കുന്നത്. വാക്സിൻ ഉപയോഗിക്കുന്നത് ഒരു പ്രതിരോധത്തിനുള്ള ശക്തി ശരീരത്തിന് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഈ പ്രതിരോധത്തിന് വേണ്ട വാക്സിൻ ഇന്ന് മുതലാളിത്ത ലോകം ചെയ്തുകൊണ്ടിരിക്കുന്നത് കച്ചവടമാക്കി തീർക്കുകയാണ്. യഥാർത്ഥത്തിൽ ലോകത്തിൽ സമ്പന്ന രാഷ്ട്രങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നത് ഈ വാക്സിൻ ലോകത്തിൽ ജനങ്ങൾക്ക് കൊടുക്കേണ്ടതാണ്. അത് കൊടുക്കുന്നില്ലെന്ന് മാത്രമല്ല, അത് കമ്പോളത്തിൽ കച്ചവടം, അതിനു വേണ്ടിയിട്ടുള്ള നിലപാട് സ്വീകരിച്ച് പ്രവർത്തിക്കുക. രോഗവ്യാപനത്തെ പ്രതിരോധിക്കാൻ ലോകത്തെമ്പാടുമുള്ള മനുഷ്യന് ശക്തി കൊടുക്കാൻ വികസിത മുതലാളിത്ത രാജ്യങ്ങൾ അമേരിക്കയോ ബ്രിട്ടനോ ഇറ്റലിയോ ജർമ്മനിയോ ഒന്നും സന്നദ്ധമല്ല. ലോകത്തിൽ ഇപ്പോൾ ഈ രംഗത്ത് സജീവമായി ഇറങ്ങി വർക്ക് ചെയ്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ചൈനയും റഷ്യയും. മരുന്നുകൾ ഇനിയും ഇപ്പോഴും ലഭ്യമല്ല. ഇന്ത്യയിൽ തന്നെ ആവശ്യമുള്ള വാക്സിൻ ഇപ്പോഴും ലഭ്യമായിട്ടുണ്ട്. ഈ വാക്സിൻ കൂടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിച്ചുകൊണ്ട് വേണം ഇതിനെ പ്രതിരോധിക്കാൻ. ഈ വൈറസിനെ പ്രതിരോധിക്കാനുള്ള മറ്റൊരു രംഗമാണ് നമ്മളിപ്പോൾ മാസ്ക് ധരിക്കുന്നത്. ഇനിയും നമുക്ക് തുടരണം. ശാരീരിക അകലം നല്ലതുപോലെ പാലിക്കണം. കാരണം ഇതിനുള്ള പ്രത്യേകത, ഈ വൈറസ് ആരിലാണ് ഉള്ളതെന്ന് ആർക്കും അറിയില്ല. അതാണ് എന്തൊരു കാര്യം, ആരിലാണ് ഉള്ളതെന്ന് അറിയില്ല. അപ്പൊ അതുകൊണ്ട് ആരെല്ലാം ഉണ്ടാകാം, അങ്ങോട്ടും ഇങ്ങോട്ടും പകരാം. ഇത് സൃഷ്ടിക്കുന്നത് പ്രതിരോധ ശക്തി കുറയുന്നത് വഴി മറ്റ് രോഗങ്ങൾ മൂർച്ഛിക്കും. അതിന്റെ ഫലമായിട്ട് ഇവിടെ സംഭവിക്കുന്നത് മരണസംഖ്യ ഉയരും. ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം അതാണ്. പോസിറ്റീവ് അല്ല, ഇപ്പൊ COVID-19 അതിന്റെ പോസിറ്റീവ് അല്ല, നെഗറ്റീവായി കഴിഞ്ഞു. നെഗറ്റീവ് ആയാലും അതിന്റെ ആപത്ത് നിലനിൽക്കുന്നുണ്ട്. മറ്റ് അനുരോഗമുള്ളവരുടെ രോഗങ്ങൾ മൂർച്ഛിപ്പിക്കാം, അത് ജീവഹാനി വരുത്തും. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇതിനെ പ്രതിരോധിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഇനിയും ജാഗ്രതപ്പെടേണ്ടതുണ്ട്. ഇപ്പോൾ കേരളത്തെ കുറിച്ച് ഒരു ആക്ഷേപം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് രോഗം വർദ്ധിക്കുന്നത്.
ഇവിടെയാണ് പരിശോധന നടത്തുന്നത്. ഇവിടെ ഗവൺമെന്റ് ചെയ്യുന്നത് എല്ലാവരെയും പരിശോധിച്ച് കോവിഡ് പോസിറ്റീവായിട്ടുള്ളവരെ കണ്ടെത്തി അതിന്റെ സംരക്ഷണം നൽകി അവരെ വ്യാപിക്കാതിരിക്കാനുള്ള നടപടി സ്വീകരിച്ചുകൊണ്ട് പ്രതിരോധിക്കാനുള്ള നടപടിയാണ്. എന്താ ഇങ്ങനെ മറ്റു സംസ്ഥാനം നടക്കുന്നത്? ഒരു പരിശോധനയുമില്ല. മരിച്ചു കഴിഞ്ഞാൽ കോവിഡ് മരിച്ചു കഴിഞ്ഞാൽ ഗംഗാനദി കൊടുക്കും. അതിലിങ്ങനെ ശവം അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിയുന്നത്. അവരാണ് കേരളത്തെ കുറിച്ച് ആക്ഷേപിക്കുന്നത്. ലോകത്തിൽ തന്നെ ഇന്ന് കോവിഡ് പ്രതിരോധത്തിൽ മാതൃകാപരമായി പ്രവർത്തിക്കുന്നത് കേരളമാണ്. ലോകം അംഗീകരിക്കുന്നതാണ്, ശാസ്ത്രലോകം അംഗീകരിക്കുന്നതാണ്, ലോകാരോഗ്യ സംഘടന അംഗീകരിച്ചിട്ടുള്ളതാണ്. ഈ യാഥാർത്ഥ്യം പലർക്കും രസിക്കുന്നില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും കളങ്കപ്പെടുത്താൻ കുറച്ചാളുകൾ ഇറങ്ങി പുറപ്പെടും. അവർ പറയുന്നത് നോക്കിയിട്ടല്ല നമ്മുടെ കാര്യം നിശ്ചയിക്കേണ്ടത്. ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടായിരിക്കും, നമ്മുടെ കച്ചവട സ്ഥാപനങ്ങൾ തുറക്കേണ്ടത് ആവശ്യം. കാരണം ഈ കോവിഡ് വന്നതോടുകൂടി നമ്മുടെ ഉത്പാദന മേഖല മുമ്പ് സ്തംഭിച്ചിരിക്കുകയാണ്. കച്ചവട സ്ഥാപനങ്ങൾ തുറക്കുന്നില്ല, ബസ്സുകൾ ഓടുന്നില്ല, സിനിമാ ടാക്കീസ് ഇല്ല, സിനിമയില്ല, കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളൊന്നുമില്ല, ഹോട്ടലുകളില്ല, കച്ചവടങ്ങളില്ല. ഇതെല്ലാം സ്തംഭിച്ച് കിടക്കുകയില്ലേ? വ്യവസായശാലകൾ, ഉത്പാദന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നില്ല, ട്രെയിൻ സർവീസ് ഇല്ല, ഫ്ലൈറ്റ് സർവീസ് ഇല്ല. ഒരു സ്തംഭനാവസ്ഥയല്ലേ, ഒരു മുരടിപ്പല്ലേ? ഈ മുരടിപ്പാണ് ഇപ്പോൾ അതിനുള്ള പരിഹാര മാർഗമായി കണ്ടിട്ടാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് കച്ചവടക്കാരോട് ഗവൺമെന്റ് ലോക്ക്ഡൌൺ കാലത്ത് നിങ്ങൾ തോക്കണമെന്ന് പറയുന്നത്? ഒരു കാര്യം അവരോട് പറഞ്ഞു, നിങ്ങൾ ആവശ്യമുള്ള സാധനങ്ങൾ കൊണ്ടുവരണം, അല്ലെങ്കിൽ നമുക്ക് ഭക്ഷ്യപ്രശ്നം ഉണ്ടാകും. ആ സാധനങ്ങൾ കൊണ്ടുവരാനുള്ള വഴി തുറന്നു. എന്നാൽ പ്രോട്ടോകോൾ പാലിക്കണം. പ്രോട്ടോകോൾ പാലിക്കുക എന്ന് പറയുന്നത് കടകളിലൊക്കെ ആളുകൾ കൂട്ടം കൂടിയാണ് ഉണ്ടാകുന്ന വലിയ ആപത്താണ്. അതുകൊണ്ട് നമ്മളെല്ലാം ഇന്ന് നിർവഹിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യം ഈ കോവിഡ് പ്രതിരോധത്തിൽ ഓരോ വീടിനെയും സ്വയം ബോധവൽക്കരിക്കും. എനിക്ക് കുര്യൻ രവി ഫൗണ്ടേഷന്റെ പ്രവർത്തകരോടും പൊതു സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവരോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, കുന്നോത്ത് പറമ്പ് ഈ പ്രദേശങ്ങളിൽ കോവിഡ് വ്യാപനത്തെ പ്രതിരോധിക്കാനുള്ള ചുമതല നിങ്ങൾ നേരിടും. അതിൽ ഒന്നാമതായി നിർവഹിക്കേണ്ടത് ഈ കോവിഡ് പ്രതിരോധത്തിനുള്ള പ്രോട്ടോകോൾ പാലിക്കാൻ ഓരോ വീട്ടിലുമുള്ളവരെ ബോധവൽക്കരിക്കണം. നമ്മുടെ അന്തരീക്ഷ മലിനീകരണം, ഒട്ടനവധി പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനം വരിക, അന്തരീക്ഷത്തിൽ ഊഷ്മ വർദ്ധിക്കുക, ഇതുവഴി മഹാരോഗങ്ങള്, പ്രളയങ്ങള്, കടൽക്ഷോഭങ്ങള്, കൊടുങ്കാറ്റ്, കഠിന മഴ, ഇതെല്ലാം ഉണ്ടാകാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഒട്ടനവധി രോഗങ്ങളുണ്ടാകും. ഇതിനെല്ലാം ഉള്ളൊരു പ്രശ്നം, പരിഹാര പ്രശ്നം നമ്മുടെ അന്തരീക്ഷത്തെ നമുക്ക് ശുദ്ധീകരിച്ചെടുക്കുക എന്നുള്ളത്. ഈ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന മാലിന്യ കൂമ്പാരങ്ങളും അതിന്റെ കാർബണിന്റെ അളവുമല്ല കാലാവസ്ഥ വ്യതിയാനം സൃഷ്ടിക്കുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് വലിയ ദുരന്തങ്ങളിലേക്ക് ഈ മനുഷ്യ സമൂഹം അല്ലെങ്കിൽ ലോകം സഞ്ചരിക്കുക, അതിൽ നിന്നും നാടിനെ രക്ഷിക്കാൻ മനുഷ്യന്റെ നന്മയെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഇത് ലോകത്തെ എല്ലാം ബാധിക്കുന്ന ഒരു വിഷയമാണ്. ലോകത്തെമ്പാടുമുള്ള മനുഷ്യർ ഈ പ്രോട്ടോകോളിനനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി സമരം നടത്തുന്നു. ഇതിന്റെ ഫലമായിട്ടാണ് 3 സംഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് നേരെ ഗൂഢാലോചന കേസുകൾ ചുമത്തി ആ കേസുകളിൽ നിരവധി കമ്മ്യൂണിസ്റ്റുകാരെ തൂക്കിലേറ്റി നാടുകടത്തി ഇത്തരത്തിലുള്ള ഭീകരമായ അവസ്ഥ സൃഷ്ടിച്ചത്. അതുകൊണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യൻ ദേശാഭിമാനികൾ പങ്കെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ മലപ്പുറം ജില്ലയിലെ മുസ്ലിം സമുദായം അവർ തികഞ്ഞ സാമ്രാജ്യ വിരുദ്ധ മനോഭാവം വെച്ചുകൊടുത്തവരായിരുന്നു. ഒരു ഘട്ടത്തിൽ നമ്മുടെ പഠന രംഗങ്ങളിൽ കണ്ടൊരു കാര്യം,
അങ്ങനെയുള്ള ഒരു നാടിന്റെ യാഥാർത്ഥ്യം കണ്ടെത്താതെ ഇന്ത്യയുടെ ചരിത്ര ഗവേഷണ സ്ഥാപനങ്ങൾ ചരിത്രത്തെ തെറ്റായി വ്യാഖ്യാനിച്ച് തെറ്റായ നിലയിൽ സംഗതികൾ നീക്കുക രാജ്യത്ത് സമാധാനവും സന്തോഷകരവുമായ അന്തരീക്ഷമല്ല ഉണ്ടാവുക. അനാവശ്യമായ കാര്യങ്ങൾ ഇളക്കിവിട്ട് ഇന്ന് നിലനിൽക്കുന്ന സമാധാന അന്തരീക്ഷത്തെ ദുർബലപ്പെടുത്താൻ ഉള്ള നടപടികൾ അങ്ങേയറ്റം ആക്ഷേപകരമായിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിന്റെ സവിശേഷത മനസ്സിലാക്കി എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ജനങ്ങളും ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിച്ചുകൊണ്ട് നമ്മുടെ നാടിന്റെ ഐക്യവും ജനതാല്പര്യവും സംരക്ഷിക്കാൻ വേണ്ടി പോരാടുക. ഇത്തരം പ്രവർത്തനങ്ങളിൽ സ്വയം അർപ്പിത മനോഭാവത്തോടുകൂടി ജീവിതം അർപ്പിച്ച് ജനങ്ങൾക്കിടയിൽ നിരന്തരമായി പോരാടി പ്രവർത്തിച്ച് ഉയർന്നു വന്നിട്ടുള്ള നേതാവ് ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ സഖാവേലി ബാലന്റെ പ്രസംഗം ഏവരെയും ആകർഷിക്കുന്നതാണ്. ഹാസ്യ നിറഞ്ഞിട്ടുള്ള പ്രസംഗങ്ങൾ ആളുകളെ തന്നെ പരിഹസിച്ച് ആശയങ്ങൾ ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന ആശയങ്ങളുടെ കൂമ്പാരമായിരുന്നു സഖാവേലി ബാലന്റെയൊക്കെ പ്രസംഗം. ആ പ്രസംഗങ്ങളൊക്കെ ഈ പാനൂർ മേഖലയിൽ രാഷ്ട്രീയ പ്രബുദ്ധത വർദ്ധിപ്പിക്കാൻ, ജനങ്ങളിൽ കൂടുതൽ ഐക്യവും സാഹോദര്യം സൃഷ്ടിച്ചെടുക്കാൻ, രാഷ്ട്രീയ പ്രബുദ്ധത ഉണ്ടാക്കിയെടുക്കാനും കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായിട്ടുണ്ട്. പറയാനുള്ള കാര്യങ്ങൾ നേരെ പറയുകയും ഓരോരുത്തരുമായുള്ള വ്യക്തിബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നതിന് എന്നും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു മാതൃക പൊതുപ്രവർത്തകനാണ് സഖാവേലി ബാലൻ. അദ്ദേഹം ഒരു മാതൃക പൊതുപ്രവർത്തകനാണ്. വിദ്വേഷമോ പകയോ അസൂയയോ വെറുപ്പോ ആരോടുമില്ലാതെ എല്ലാവരോടും ചിരിച്ച് കളിച്ച് രസിച്ച് സന്തോഷത്തോടു കൂടി പെരുമാറുന്ന സഖാവേലി ബാലൻ ഇനിയും കുറെ കാലം ഈ നാടിനെ സേവിക്കാൻ ഈ നാടിനോടൊപ്പം ഉണ്ടാകും. അദ്ദേഹത്തിന് നൽകുന്ന ഈ ഹൃദ്യമായ പുരസ്കാരം, ഈ നാടിന്റെ ആദരവ് നമ്മുടെ പുതിയ ജനറേഷന് കൂടുതൽ കരുത്തും ശക്തിയും നൽകി പ്രചോദനമായി തീരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടെ നേരത്തെ തന്നെ എന്നോട് ഈ പുരസ്കാരം കൊടുക്കാൻ പറഞ്ഞതാണ്. വളരെ സന്തോഷത്തോടു കൂടി സഖാവേലി ബാലന് ഈ പുരസ്കാരം നിങ്ങൾ കുര്യൻ രവി പ്രഥമ പുരസ്കാർ ഫൗണ്ടേഷന്റെ പ്രഥമ പുരസ്കാരം സന്തോഷത്തോടു കൂടി സഖാബാലനെ ഏൽപ്പിച്ചുകൊള്ളുന്നു എന്നും കൂടി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ സംഭവിക്കുന്നു. നിങ്ങളെല്ലാം എന്റെ ആശംസ അഭിവാദനം. വളരെ അഭിമാനകരമായ ഒരു സന്ദർഭത്തിലാണ് നമ്മളെല്ലാവരും സാക്ഷ്യം വഹിക്കുന്നത്. ഇവിടെ ഈ പുരസ്കാരത്തിന്റെ പ്രത്യേകത സംബന്ധിച്ചും പുരസ്കാര ജേതാവിന്റെ പ്രത്യേകത സംബന്ധിച്ചുമല്ല ധാരാളം വിവരണങ്ങൾ നടന്നു കഴിഞ്ഞിരിക്കുക. ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ നടക്കുന്ന ഒരു ചടങ്ങായതുകൊണ്ട് തന്നെ കൂടുതൽ എന്തെങ്കിലും സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ മേഖലയിൽ ദശാബ്ദങ്ങളോളമായി പൊതു സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തന മണ്ഡലത്തിൽ കർമ്മനിരതനായി ഉയർന്നു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് പ്രിയങ്കരനായ സഖാവ് എ.വി. ബാലന്റേത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത്രയേറെ നീണ്ടു നിൽക്കുന്ന ഒരു സാമൂഹിക ജീവിതം, ഒരു പൊതുജീവിതം നയിക്കാൻ എല്ലാവർക്കും സാധ്യമാവുകയില്ല. തൻ്റെ ജീവിതകാലം അത്രയും ഈ നാടിൻ്റെ പൊതു താല്പര്യത്തെ മുൻനിർത്തി സേവന തൽപരതയോടെ അഴിമതിരഹിതമായി പ്രവർത്തന രംഗത്ത് നിറഞ്ഞു നിന്നു എന്നുള്ളതാണ് സഖാവ് എ.വി. ബാലന്റെ പ്രത്യേകത. ആ സഖാവ് രാഷ്ട്രീയ പ്രവർത്തന മണ്ഡലത്തിൽ നിന്ന് സമ്പാദിച്ചത് ഈ നാട്ടിലെ ജനങ്ങളുടെ സ്നേഹ ബഹുമാനങ്ങൾ മാത്രമാണ്.
അല്ലാതെ മറ്റൊന്നുമല്ല. അത്രയും നിസ്വാർത്ഥമായി 6 പതിറ്റാണ്ടിലധികം കാലം തുടർച്ചയായി കർമ്മനിരതനായി നിൽക്കാൻ സാധിക്കുക എന്നുള്ളത് ആ അപൂർവമായ ഒരു സവിശേഷത അദ്ദേഹത്തെ ഇന്ന് പുരസ്കാരം സമർപ്പിച്ചതിലൂടെ നാം ബഹുമാനിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ പാറാടും പരിസര പ്രദേശത്തുമുള്ള ഏറെ നാം ആദരിക്കുന്ന ബഹുമാനിക്കുന്ന വ്യക്തിത്വങ്ങളുടെ ഓർമ്മയാണ് ഈ ചടങ്ങിൽ നിലവിൽ നിൽക്കുന്നത്. ഈ ചടങ്ങ് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് സഖാവ് പി കെ കുഞ്ഞനന്തൻ സ്മാരക ഹാളിൽ വെച്ചാണ്. പുരസ്കാരം സഖാവ് കുഞ്ഞിദേവി മാസ്റ്ററെ സ്മരണക്ക് വേണ്ടിയാണ്. ഏറ്റുവാങ്ങുന്നത് സഖാവ് രവി ബാലനാണ്. ഇവരെല്ലാവരും ഈ കുന്നത്തുറമ്പ് മേഖലയുടെ നാനൂറിലെ കിഴക്കൻ മേഖലയിലെ രാഷ്ട്രീയ പ്രവർത്തന മണ്ഡലത്തിൽ സവിശേഷമായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഓരോരോ വ്യക്തിത്വങ്ങളാണ്. അവരുടെ എല്ലാവരുടെയും ഓർമ്മയാണ് ഈ ചടങ്ങിൽ ഇപ്പോൾ കളഞ്ഞിട്ടുന്നത്. ഒരു മഹനീയമായ പാരമ്പര്യം രാഷ്ട്രീയ പ്രവർത്തന മണ്ഡലങ്ങളിൽ കൃത്യമായി പതിപ്പിച്ചുകൊണ്ടാണ് സഖാവ് പി കെ കുഞ്ഞനന്തനും കുഞ്ഞിദേവി മാസ്റ്ററും നൽകിയിട്ടുള്ളത്. സഖാവ് പി കെ കുഞ്ഞനന്തൻ സ്മാരക ഹാളിൽ വെച്ച് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനായി അദ്ദേഹത്തോടൊപ്പം ദീർഘകാലം പ്രവർത്തിച്ചിട്ടുള്ള സഖാവ് എ വി ബാലൻ പുരസ്കാരം ഏറ്റുവാങ്ങുന്നു എന്നുള്ളതും ഏറെ ചാരിതാർത്ഥ്യജനകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. വളരെ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെയാണ് നമ്മുടെ പ്രദേശത്തെ സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനം മുന്നോട്ട് നീങ്ങിയത്. പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് ആവുക എന്നുള്ളത് വളരെ ത്യാഗം ആവശ്യമുള്ള സന്ദർഭത്തിലാണ് കുട്ടികളെ സംഘടിപ്പിച്ചുകൊണ്ട് ബാലസംഘത്തിന്റെ പ്രവർത്തകനായി സഖാവ് എ വി ബാലനും ഇ കെ കുഞ്ഞനന്തനും എല്ലാം രാഷ്ട്രീയ രംഗത്ത് പ്രവേശിച്ചത്. സഖാവ് എ വി ബാലൻ അവിടെ ആരംഭിച്ചിട്ടുള്ള ആ രാഷ്ട്രീയ പ്രവർത്തനം ഇപ്പോഴും ഒരു മുടക്കവുമില്ലാതെ തുടരുകയാണ്. ഈ പ്രദേശത്തെ ഒരു സാധാരണ പ്രവർത്തകനായി ആരംഭിച്ച് നമ്മുടെ ജില്ലയിലും സംസ്ഥാനത്തും അറിയപ്പെടുന്ന ഒരു നേതാവായിട്ടാണ് സഖാവ് എ വി ഇപ്പോഴും നിൽക്കുന്നത്. ഇവിടെ പലരും പരാമർശിച്ചിട്ടുള്ളതുപോലെ സഖാവ് എ വി ബാലന്റെ അർത്ഥഗർഭമായ ആക്ഷേപഹാസ്യങ്ങൾ ധാരാളം ഉൾച്ചേർത്തിട്ടുള്ള സന്ദർഭത്തിനനുസരിച്ച് ലളിതമായ ഉദാഹരണങ്ങൾ കൊണ്ട് നിറയുമായിരുന്ന ആ പ്രസംഗത്തിന് വേണ്ടി നമ്മുടെ ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നും മാത്രമല്ല മറ്റ് ജില്ലകളിൽ നിന്നും പോലും സഖാവ് എ വി ബാലന്റെ പ്രസംഗത്തിന് വേണ്ടി ആളുകൾ അന്വേഷിച്ച് വരാറുണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്കറിയാവുന്ന സത്യം. രാഷ്ട്രീയ പ്രചാരണ രംഗത്താണ് വലിയൊരു സംഭാവന, വിലമതിക്കാനാവാത്ത ഒരു സംഭാവന തന്നെ രാഷ്ട്രീയ പ്രചാരണ രംഗത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേണ്ടി സഖാവ് എ വി ബാലൻ തുടർച്ചയായി നിർവഹിച്ചു വരികയുണ്ടായി. അതുപോലെ തന്നെ CPIM-ന്റെ പാനൂർ ഏരിയ സെക്രട്ടറി വരെയുള്ള പ്രധാനപ്പെട്ട ചുമതലകൾ ആ സഖാവ് നിർവഹിക്കുകയുണ്ടായി. CPIM-ന്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആവുക മാത്രമല്ല, ഇവിടെ സൂചിപ്പിച്ചതുപോലെ 20-ാമത്തെ വയസ്സ് മുതൽ ഈ 70-80 അടുത്ത് നിൽക്കുന്ന ഈ പ്രായത്തിൽ കർഷക സംഘത്തിന്റെ ജില്ലാ നേതാവായിട്ടാണ് സഖാവ് എ വി അദ്ദേഹത്തിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എല്ലാ സന്ദർഭത്തിലും ലളിത ജീവിതവും വിനയാന്വിതമായ പെരുമാറ്റവും ആ സഖാവ് തന്റെ സ്വതസിദ്ധമായ മൂല്യമായി ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ പോലും തന്റെ വിനയാന്വിതമായ പെരുമാറ്റത്തിൽ നിന്ന് അതുപോലെ തന്നെ ലളിത ജീവിതം നയിക്കുന്നതിൽ നിന്ന് ആ സഖാവ് വ്യതിചലിച്ചു പോയിട്ടില്ല. രാഷ്ട്രീയ മൂല്യങ്ങളെ അത്രമേൽ വിലമതിക്കുന്നത് കൊണ്ടാണ് ഈ തരത്തിൽ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ എത്തിയിട്ടും അതുപോലെ തന്നെ മറ്റുത്തരവാദിത്വങ്ങൾ ജനസേവനത്തിന്റെ തുറകളിൽ ജനപ്രതിനിധികളുടേതായ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്തിട്ടുമല്ല. ഏത് സന്ദർഭമായിരുന്നാലും ജനപ്രതിനിധിയായിരുന്നാലും
പാർട്ടിയുടെ നേതാവായിരുന്നാലും കർഷക സംഘത്തിന്റെ സമന്വിത സ്ഥാനത്തുള്ള ആളായിരുന്നാലും സാധാരണക്കാരനെ പോലെ തന്നെ ജീവിക്കുകയും പെരുമാറുകയും ഈ നാട്ടിലെ ജനങ്ങളോട് ഏറെ സ്നേഹത്തോടെ, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരാളുമായിട്ടുള്ള പരിചയം എന്ന് പറയുന്നത് ആ പരിചയപ്പെടുന്ന വ്യക്തിയെ കുറിച്ച് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ആരൂഢം ഉൾപ്പെടെ, അദ്ദേഹത്തിന്റെ അച്ഛനമ്മമാരെ കുറിച്ച്, അവരുടെ അച്ഛന്മാരെ കുറിച്ച്, അങ്ങനെ ഓരോരുത്തരുടെയും എല്ലാ വ്യക്തിബന്ധങ്ങളെയും കൃത്യമായിട്ട് ഓർമ്മിച്ച് ആ നിലയിൽ ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാനും അവരുടെ സ്നേഹം ആർജിക്കാനും എല്ലാം സദാദേവികളുടെ പ്രത്യേകമായ ഒരു കഴിവ് തന്നെ ഉണ്ടായിരുന്നു. നമുക്കൊന്നും സാധ്യമല്ലാത്ത ഓരോ വ്യക്തിയെയും കുറിച്ചുള്ള അവരുടെ എല്ലാ ബന്ധങ്ങളെയും സംബന്ധിച്ചിടത്തോളമുള്ള ആ ഒരു കൃത്യമായിട്ടുള്ള ധാരണയോടുകൂടി രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിയുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ്. കാരണം ഒരു വലിയൊരു പ്രദേശത്ത് ആയിരക്കണക്കായ മനുഷ്യരെ ഇങ്ങനെ എപ്പോഴും ഓർമ്മിച്ച് നടക്കുക, അവരുടെ ബന്ധങ്ങൾ ഓർമ്മിച്ച് നടക്കുക, കാണുമ്പോൾ തന്നെ ആ കാര്യങ്ങളെല്ലാം ഓർത്തെടുത്ത് അവരോട് സംസാരിക്കാൻ സാധിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു വല്ലാത്ത ഒരു അടുപ്പം, ഇഴയടുപ്പം വ്യക്തിബന്ധത്തിൽ സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു ശേഷി തന്നെയാണ്. സഖാദേവി ബാലകൃഷ്ണന് നല്ല നിലയിൽ ആ കഴിവുണ്ടായിരുന്നു എന്നുള്ളതും അതെല്ലാം അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തനത്തെ സമ്പന്നമാക്കിയിരുന്നു എന്നുള്ളതും ഈ ഘട്ടത്തിൽ ഞാൻ ഓർമ്മിക്കുകയാണ്. സഖാവ് കുര്യൻ മാസ്റ്ററുടെ വേർപാട് നമ്മെ എല്ലാവരെയും ഇപ്പോഴും സങ്കടപ്പെടുത്തുന്ന ഒരു നഷ്ടം തന്നെയാണ്. ആ നഷ്ടം പരിഹരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ദേവമാസ്റ്ററുടെ പേരിൽ സ്ഥാപിതമായിട്ടുള്ള ഫൗണ്ടേഷനും അതിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന വാട്സാപ്പ് കൂട്ടായ്മയും നിരന്തരമായി ദേവമാസ്റ്ററെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ അഭാവം പരിഹരിക്കുകയാണ് ചെയ്യുന്നത്. ആ നിലക്ക് അവരുടെ ഒരു പ്രഥമ പുരസ്കാരം രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് മികവ് പുലർത്തുന്ന വ്യക്തിയെ കണ്ടെത്തി പുരസ്കാരം സമർപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ ആ പ്രഥമ പുരസ്കാരം തന്നെ ഇവിടെ സഖാവ് ബാലകൃഷ്ണന് നൽകപ്പെടുന്നു എന്നുള്ളത് വളരെ അഭിമാനകരവും സന്തോഷകരവുമായിട്ടുള്ള കാര്യമാണ്. അത്തരത്തിൽ ഒരു പുരസ്കാരം ബാലകൃഷ്ണന് നൽകുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ള കുര്യൻ മാസ്റ്റർ ഫൗണ്ടേഷനെയും കുര്യൻ രവി സൂര്യനാണ് എന്ന ആ വാട്സാപ്പ് കൂട്ടായ്മയെയും അതിന്റെ സംഘാടകന്മാരെയും പ്രവർത്തകരെയും വളരെയേറെ അഭിമാനത്തോടെ ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. അതുപോലെ തന്നെ പുരസ്കാര ജേതാവായിട്ടുള്ള സഖാവ് ബാലകൃഷ്ണൻ ഇനിയും ദീർഘകാലം ആരോഗ്യത്തോടെ ജീവിക്കാൻ സാധിക്കട്ടെ എന്നും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പൊതുപ്രവർത്തനങ്ങൾ ഒരു മുടക്കവുമില്ലാതെ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്നും ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. രണ്ടാമതായത് വേറൊരാളും കൂടിയുണ്ട്, സ്നേഹ. നമ്മുടെ കാലത്തിൽ വിട്ടുവരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ദേവിമാസ്റ്റർ സൂര്യനാണ്. സ്നേഹസൂര്യന്റെ പ്രവർത്തകരും ഫൗണ്ടേഷന്റെ പ്രവർത്തകരും ഏർപ്പെടുത്തിയിട്ടുള്ള നമ്മുടെ പ്രദേശത്തെ സാമൂഹ്യ പ്രവർത്തകനുള്ള പ്രഥമ പുരസ്കാരം നമ്മുടെ പ്രിയപ്പെട്ട രവി ബാലകൃഷ്ണനാണ് ഇവിടെ കൈമാറിയിട്ടുള്ളത്. ഈ തീരുമാനം നമ്മുടെ പ്രദേശത്തുള്ള വളരെ വർഷക്കാലം നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച നമ്മുടെ പ്രിയപ്പെട്ട രവി ബാലകൃഷ്ണൻ തന്നെ കൈമാറിയതിൽ എല്ലാവരെ പോലെ തന്നെ ഞാൻ വളരെയേറെ സന്തോഷിക്കുന്നു. അതേപോലെ ഈ ഫൗണ്ടേഷനും കുഞ്ഞി രവി മാസ്റ്ററുടെ ഓർമ്മയ്ക്ക് വേണ്ടിയുള്ള രവി മാസ്റ്റർ സ്നേഹസൂര്യൻ പ്രവർത്തകരുടെ മക്കൾക്ക് വേണ്ടി ഇവിടെ കൂടുതൽ മാർക്ക് വാങ്ങി വിജയിച്ച കുട്ടികൾക്ക് ഇവിടെ ഉപഹാരം നൽകിയിട്ടുണ്ട്. ആ പരിപാടിയും നമ്മുടെ പ്രദേശത്തുള്ള കുട്ടികളുടെ അവർക്കിടയിൽ ഇനിയും പഠിക്കണം എന്നുള്ള ഒരു മത്സര ബുദ്ധി ഉണ്ടാകാൻ വേണ്ടി ഇങ്ങനെയുള്ള പരിപാടികൾ ഏർപ്പെടുത്തിയിട്ടുള്ള
ഈ പ്രവർത്തകർക്കും ഇതിന്റെ സംഘാടകർക്കും എല്ലാവർക്കും അഭിവാദ്യം അർപ്പിക്കുന്നു. ഈ വളരെ ഏറെ സന്തോഷവും അതോടൊപ്പം തന്നെ അഭിമാനകരമായിട്ടുള്ള ഒരു മുഹൂർത്തത്തിലാണ് നമ്മളൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ഇതോടൊപ്പം തന്നെ ഈ നാട്ടിലെ എല്ലാമായി തീർന്നിട്ടുള്ള സഖാവ് എ വി ബാലകൃഷ്ണയ്ക്കുള്ള ആദരവ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ അത് വളരെ വൈകിപ്പോയി കിട്ടിയിട്ടുള്ള ഒരു ആദരവ് എന്നാണ് സൂചിപ്പിക്കാറ്. നിസ്വാർത്ഥനായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ നമ്മുടെ ഇടയിൽ നിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സഖാവ് കുര്യൻ മാസ്റ്ററുടെ ഓർമ്മക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള ആ അവാർഡ് ലഭിക്കുന്നത് മറ്റൊരു നിസ്വാർത്ഥനായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകനാണെന്ന് പറയുന്നത് അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. വളരെ പ്രതികൂലമായിട്ടുള്ള എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ടാണ് സഖാവ് എ വി രാഷ്ട്രീയ പ്രവർത്തനത്തിലും അതുപോലെ തന്നെ പൊതു പ്രവർത്തന രംഗത്തും ഒക്കെ എത്തിയിട്ടുള്ളത് നമുക്കറിയാം. ഈ പ്രദേശത്തടക്കം പാനൂരിലെ കിഴക്കൻ മേഖലകളിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും പ്രത്യേകിച്ച് CPM-ന്റെയും വളർച്ചയിൽ നിർണായകമായിട്ടുള്ള നായകത്വം വഹിച്ചിട്ടുള്ള ഒരു നേതാവാണ് സഖാവ് എ വി. ഇന്നത്തെ പുതിയ തലമുറക്ക് മാതൃകയാകേണ്ട ഒട്ടനവധി കാര്യങ്ങൾ പ്രത്യേകിച്ച് രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് അദ്ദേഹത്തിന് പഠിക്കേണ്ടത്. ഇന്നത്തെ രാഷ്ട്രീയം അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് എനിക്കെന്ത് കിട്ടും അല്ലെങ്കിൽ എനിക്കെന്ത് നേടാൻ വേണ്ടി കഴിയുമെന്നുള്ള ഒരു സംവിധിതമായ ചിന്തയോടുകൂടിയാണ് പുതുതലമുറ രാഷ്ട്രീയ രംഗത്തും രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്കും എത്തുന്ന കാലഘട്ടത്തിലാണ് സഖാവ് എ വിയെ പോലെയുള്ള ആളുകൾ ഇതിന് സമൂഹത്തിനും നാടിനും ഒക്കെ വളരെ മാതൃകാ പുരുഷനായിട്ട് നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നത്. നമുക്കറിയാം സഖാവ് എ വി നർമ്മത്തിൽ ഉള്ള അദ്ദേഹത്തിന്റെ പ്രസംഗം, ആ പ്രസംഗം എന്ന് പറയുന്നത് രാഷ്ട്രീയ എതിരാളികളെ പോലും എ വി ബാലകൃഷ്ണൻ പ്രസംഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ രാഷ്ട്രീയത്തിനതീതമായി എല്ലാ ആളുകളും എത്തിച്ചേരുകയും അദ്ദേഹത്തിന്റെ പ്രസംഗം കഴിയുന്നതുവരെ അത് കേൾക്കാനുള്ള സന്മനസ് കാണിക്കുന്നത് അദ്ദേഹം ദേശീയപരമായിട്ടുള്ള അല്ലെങ്കിൽ അന്തർദേശീയപരമായ കാര്യങ്ങളൊക്കെ തനതായ തന്റെ ശൈലിയും അത് നാട്ടിലെ ജനങ്ങൾക്ക് ബോധ്യമാകുന്ന രീതിയിൽ മനസ്സിലാക്കുന്ന രീതിയിൽ നടത്തുന്ന ആ പ്രസംഗത്തിന്റെ ശൈലി അദ്ദേഹത്തിന് മാത്രം അവകാശപ്പെട്ടതാണ്. നമുക്ക് ചിലപ്പം ഈ കണ്ണൂർ ജില്ലയിൽ പോലും എ വി ബാലകൃഷ്ണനെ പോലെ ഇങ്ങനെ നർമ്മം ചാലിച്ചുകൊണ്ട് പ്രസംഗിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല. അങ്ങനെയുള്ള സഖാവ് എ വി ബാലകൃഷ്ണൻ കഴിഞ്ഞ 6 പതിറ്റാണ്ട് കാലത്തോളമായി ഈ മേഖലയിൽ അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം അതുപോലെ തന്നെ പൊതുജന പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രദേശത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വളർത്തിയെടുക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ചിട്ടുള്ള അദ്ദേഹത്തിന് ഇനിയും കൂടുതൽ ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് ഈ വൈകിയ വേളയിൽ മറ്റ് കാര്യങ്ങളൊന്നും സൂചിപ്പിക്കാതെ ഈ ചടങ്ങിൽ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ടാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള പ്രിയപ്പെട്ട നാട്ടുകാരെ, മറ്റ് വ്യക്തികളെ, സഹോദരി സഹോദരന്മാർ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമുക്കെല്ലാവർക്കും വളരെ സന്തോഷകരമായിട്ടുള്ള ദിവസമാണ്. രവി സൂര്യനാണ് സ്നേഹസൂര്യൻ എന്ന കൂട്ടായ്മ. ഇതിനകം തന്നെ നിരവധി പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ജനോപകാരപ്രദമാണ്. ആ കൂട്ടായ്മ ഈ മേഖലയിലെ ഏറ്റവും നല്ല പൊതുപ്രവർത്തകന് ഒരു അവാർഡ് ഏർപ്പെടുത്താൻ വേണ്ടി തീരുമാനിക്കുകയും അത് 6 പതിറ്റാണ്ട് കാലം
ഈ പാനൂർ മേഖലയിൽ രാഷ്ട്രീയ രംഗത്ത് മാത്രമല്ല സാമൂഹ്യ രംഗത്തും മറ്റ് നിരവധി രംഗങ്ങളിൽ അത് ഭരണപരമായിട്ടുള്ള കാര്യങ്ങളനുസരിച്ച് കർഷക പ്രസ്ഥാനത്തിൻ്റെ നേതാവുകളായ അതേപോലെ തന്നെ സ്വയം അദ്ദേഹം ഒരു മാതൃക കർഷകൻ. അങ്ങനെ കാർഷിക രംഗത്തും സാമൂഹ്യ രംഗത്തും രാഷ്ട്രീയ രംഗത്തും സാംസ്കാരിക രംഗത്തെല്ലാം നിറഞ്ഞു നിന്ന 6 പതിറ്റാണ്ട് കാലം അതോടൊപ്പം നടന്ന ബാംഗ്ലൂരിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിനോടൊപ്പം 6 പതിറ്റാണ്ട് നടന്നു നീങ്ങിയ ഒരു മനുഷ്യനാണ്, ഒരു നേതാവാണ് സഖാവ് ബാലകൃഷ്ണൻ. ബാലകൃഷ്ണനെ കുറിച്ച് പറയാൻ കുറയാനുണ്ട്, പക്ഷേ ഞാൻ പറയുന്നു കാരണം സമയമില്ല. നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ സഖാവ് യൂസഫ് പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും ദ്വന്ദ്വ യുദ്ധം നടത്തിയിട്ടുണ്ടാവില്ല. ശരിയാണ്. ഞാൻ എതിർപക്ഷത്തുള്ള സമയത്ത് ഞാൻ ബാലകൃഷ്ണൻ പറയും, ബാലകൃഷ്ണൻ പറയും. പക്ഷെ ഈ പറയുന്നത് മൈക്കിലൂടെ മാത്രമാണ്. ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ വളരെയധികം സ്നേഹത്തോടു കൂടിയാണ്. പലരും ചോദിച്ചിട്ട് ഇത് നിങ്ങളിങ്ങനെ രണ്ടാളും മൈക്ക് ചേരുന്നക്കാരിക്കും ഇങ്ങനെ ഉറഞ്ഞു കൂടിയിട്ട് എന്താ കണ്ട കെട്ടിപ്പിടുത്തു സഹായം സ്നേഹപ്രകടനം. നമ്മളെല്ലാം ഈ തെയ്യം പിന്നെ കെട്ടുന്ന ആൾക്കൂലിയ തെയ്യത്തിൻ്റെ തോറ്റം അങ്ങ് തലക്ക് പിടിച്ചാലാണ് തെയ്യം ഉറഞ്ഞു തൂക്കുക. അതുപോലെ മൈക്ക് നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ഞങ്ങൾക്ക് മെയ്ക്ക് വരും. മൈക്ക് കാണുമ്പോൾ മെയ്ക്ക് വരും. ഞങ്ങൾ അന്നും ഇന്നും എതിരാളിയായി നിൽക്കുന്ന സമയത്തും ബാലകൃഷ്ണനോട് ഞാൻ ബഹുമാനം കാണിച്ചിട്ടുണ്ട്, സ്നേഹം കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ തിരിച്ചു എനിക്ക് കാണിച്ചിട്ടില്ല. ഇത്ര വലിയ സ്നേഹം ഉള്ളിൽ സൂക്ഷിച്ചു വെക്കുന്ന ഒരു നേതാവിനെ ഞാൻ കണ്ടിട്ടില്ല. ബാംഗ്ലൂരിന്റെ കിഴക്കൻ മേഖലയിൽ ഈ 79 വയസ്സിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഏത് പാർട്ടിയുടെ നേതാവാണുള്ളത്? ഇന്ന് ഞാനിവിടെ അദ്ദേഹത്തെ കാണുന്നത് 67-68 കാലഘട്ടത്തിൽ, 66-67-68 കാലഘട്ടത്തിൽ കോളേജ് ഹൈസ്കൂൾ പഠിക്കുന്നു. അന്ന് മുതൽ അദ്ദേഹത്തിന് എനിക്കറിയാം. കോട്ടാളം മാസം ഞാൻ ഒന്നിച്ചാണ് പഠിച്ചത്. ഞങ്ങൾ രണ്ടാളും ബാലകൃഷ്ണൻ്റെ പാടാറുണ്ട്, സംസാരിക്കാറുണ്ട്. പിന്നീട് രാഷ്ട്രീയ പ്രവർത്തന മേഖലയിൽ എത്തിയ സമയത്തും ബാലകൃഷ്ണൻ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇന്നും ബാലകൃഷ്ണന്റെ സഹപ്രവർത്തനാണ് കർഷക സംഘത്തിൽ. അപ്പൊ അങ്ങനെ ഈ ചരിത്രത്തോടൊപ്പം നടന്നു ബാലകൃഷ്ണൻ ഒരു വൈകി വന്ന ഒരു അംഗീകാരമായി പോയി ഇതാണ് എന്നാണ് എനിക്ക് പറയുന്നത്. കാരണം നേരത്തെ തന്നെ ബാലകൃഷ്ണൻ നമ്മൾ അറിയാമായിട്ട് വ്യത്യസ്തനായൊരു സത്യത്തിൽ തിരിച്ചറിഞ്ഞില്ല എന്നുള്ള പാട്ടുപോലെ ബാലകൃഷ്ണൻ തന്നെയാണ്, വ്യത്യസ്തനാണ്. അതുകൊണ്ട് അത് തിരിച്ച് ഇത്തരത്തിലൊരു ഉപകാരം നൽകാനും ആദരിക്കാനും വൈകിപ്പോയതിൽ ഞാൻ ഖേദിക്കുകയാണ്. ഞാനൊരു എന്നോട് പ്രസംഗത്തിന് തയ്യാറെടുക്കുന്നില്ല. അതുകൊണ്ട് ഇനിയും വളരെ കാലം ഈ നിത്യഹരിത നായകനായ ഞാൻ കാണുന്ന വളരെ അങ്ങനെയുണ്ട്, ഇപ്പോഴും അങ്ങനെയുണ്ട്. ഇനിയും എത്രയോ വർഷം നമ്മെ സഹായിക്കാനും ജനങ്ങളുടെ പ്രവർത്തിക്കാനും സേവിക്കാനും പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താനും ബാലകൃഷ്ണന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഈ അവാർഡ് നൽകിയ നമ്മുടെ കുനിയിൽ രവി മാസ്റ്ററുടെ പേരിൽ രൂപീകരിച്ചിട്ടുള്ള വാട്സപ്പ് കൂട്ടായ്മയിൽ പ്രവർത്തകന്മാർക്കും അതേപോലെ തന്നെ ഇന്ന് വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ഈ ഉപകാരം നൽകാൻ തീരുമാനിച്ച വാട്സപ്പ് കൂട്ടായ്മക്കും IRPCക്ക് ഈ തനിക്ക് നൽകിയിട്ടുള്ള ഈ സാമ്പത്തിക സമ്മാനം ഒരു മടിയും കൂടാതെ IRPCക്ക് സംഭാവന ചെയ്യാൻ തീരുമാനമെടുത്ത നമ്മുടെ പ്രിയങ്കരനായ ബാലകൃഷ്ണന് ഒരിക്കൽ കൂടി എല്ലാവർക്കും വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറു ഭാഷണം ഇവിടെ അവസാനിപ്പിക്കും. കുനിയിൽ രവി ഫൗണ്ടേഷൻ നമ്മുടെ വിമാശ കൊടുക്കുമ്പോൾ ഈ സായാഹ്നത്തിൽ ഇനി ഒരുപാട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന വിമാശത്തിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ജീവൻ നൽകാൻ വേണ്ടിയാണ് ഈ പരിപാടികളൊക്കെ
അതിന്റെ ഭാഗമായി ഒരു പുരസ്കാരം നൽകുമ്പോൾ ഒരു പുരസ്കാര ജേതാവിനെ തിരഞ്ഞെടുക്കാൻ ഒരു ജൂറിയെ ചുമതലപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തെ നമ്മൾ വളരെ കൃത്യമായി അനലൈസ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ അനലൈസ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുക. ഈ ജൂറിയെ സംബന്ധിച്ചിടത്തോളം ഇന്നിവിടെ തിരഞ്ഞെടുത്തിട്ടുള്ള ഈ പുരസ്കാര ജേതാവ് ബാലേട്ടനെ സംബന്ധിച്ചിടത്തോളം കർമ്മരംഗത്ത്, രാഷ്ട്രീയ രംഗത്തും പൊതു രംഗത്തും സാമൂഹിക മേഖലകളിലൊക്കെ A+ നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. മറ്റ് രാഷ്ട്രീയ പാർട്ടി എതിർ പക്ഷത്തുള്ള ആളുകൾക്ക് പോലും ബാലേട്ടനെ സംബന്ധിച്ച് മറുത്ത് അഭിപ്രായം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഏറ്റവും അർഹമായ ഒരു ആദരവാണ് അദ്ദേഹത്തിന് നൽകിയിട്ടുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നു. രാഷ്ട്രീയ രംഗത്ത് പാറാട് പ്രദേശത്ത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും മുസ്ലിം ലീഗും ഒക്കെ സജീവമായി ഉള്ള ഒരു പ്രദേശം എന്ന നിലയിൽ വളരെ അപൂർവ സന്ദർഭങ്ങളിൽ നേർക്കുനേരെ വന്ന ചില സന്ദർഭങ്ങളൊക്കെ ബഹുമാനായ നമ്മുടെ പ്രിയപ്പെട്ട ബാലേട്ടനും ഞങ്ങളുടെ പ്രിയങ്കനായ രാവത്തുള്ള മാഷൊക്കെ ഒരു ചർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ വളരെ രൂക്ഷമായ രീതിയിലുള്ള വളരെ കത്തിപ്പടരാൻ സാധ്യതയുള്ള പല സംഭവങ്ങളും വളരെ അരിഞ്ഞുകൊണ്ട് വീണ്ടും സ്നേഹം കൂടുതലുണ്ടാകുന്ന അവസരത്തിലേക്കൊക്കെ നയിക്കാനൊന്നും കഴിയില്ല. ഞങ്ങൾ കഴിഞ്ഞ ആണ്ടുകളിൽ ബാലേട്ടൻ ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഞാൻ ഗ്രാമപഞ്ചായത്ത് മെമ്പറൊക്കെ ആയിരുന്ന സമയത്താണ് കുറച്ചുകൂടി അടുത്ത് ഞങ്ങൾക്ക് അറിയാൻ കഴിയുന്നത്. വളരെ സ്നേഹത്തോടു കൂടി ഒരു പിതാവിൻ്റെ തുല്യതയിൽ സംസാരിക്കുന്ന സ്നേഹമാണ് അദ്ദേഹം പ്രകടിപ്പിക്കാറുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ പുരസ്കാരം സ്വീകരണം ഒരുപാട് കാലം കഴിയും ആരോഗ്യത്തോടു കൂടി നമ്മുടെ ജീവിക്കാനും നമുക്കൊക്കെ നയിക്കാനും പൊതുപ്രവർത്തനങ്ങൾക്ക് സജീവമായിരിക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇവിടെ മറ്റ് ഉന്നത വിജയം നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നൽകില്ല അവർക്ക് ഒരുപാട് ഉന്നതമായ വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. പുതിയ ദേവമാസ്റ്റർ ഫൗണ്ടേഷന്റെ ഭാഗമായിട്ടാണ് ഈ ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം A.V. ബാലേട്ടനെ മുന്നിലിരിക്കുന്ന ആരെയും പരിചയപ്പെടുത്തണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. A.V. ബാലേട്ടൻ നല്ലൊരു പ്രാസംഗികനാണെന്ന് എനിക്ക് പറയാനുള്ളത്. ഞാൻ ചെറിയതായ സമയത്തെ ഞാൻ കേട്ടിട്ടുള്ളത് അച്ഛൻ്റെ അമ്മേൻ്റെയും കൂടി പരിപാടിക്കെല്ലാം പോകുമ്പോൾ A.V. ബാലേട്ടൻ്റെ പ്രസംഗമുണ്ട്. അത് കേൾക്കണമെന്നുള്ള രീതിയിൽ നാട്ടിലെ പരിപാടിയിലെല്ലാം ബാലേട്ടൻ്റെ പ്രസംഗം എന്ന നാട്ടുകാർ മുഴുവനും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി വരെ പറഞ്ഞിട്ട് കേട്ടിട്ടുള്ളത്. നല്ലൊരു പൊതുപ്രവർത്തകനും നല്ല പെരുമാറ്റമുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് A.V. ബാലേട്ടൻ. ഇപ്പോൾ തന്നെ ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റായപ്പോൾ തന്നെ ബാലേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ ഒരുപാട് ഉത്തരവാദിത്തമുള്ള ഒരു കാര്യമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. നല്ലതുപോലെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം എന്നുള്ള ഒരു ഉപദേശം വരെ എനിക്ക് A.V. ബാലേട്ടൻ തന്നിട്ടുണ്ട്. അത്രയും നല്ല ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് എന്നാണ് എനിക്ക് ബാലേട്ടനെ കുറിച്ച് പറയാനുള്ളത്. എന്തായാലും ഈ വിമാഷ് ഫൗണ്ടേഷൻ്റെ ഈ സംഘടന അദ്ദേഹം നല്ലൊരു പൊതുപ്രവർത്തകനെ തന്നെയാണ് ഈ അവാർഡ് സമ്മാനിച്ചിട്ടുള്ളതെന്ന് എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങ് സംഘടിപ്പിച്ച ഈ സംഘാടകർക്കും അതേപോലെ തന്നെ ഉന്നത വിജയം നേടി ിട്ടുള്ള വിദ്യാർത്ഥികൾക്കും അവാർഡ് ദാന ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ള ഈ സംഘടനയ്ക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും അർപ്പിച്ചോളും. പാനൂരിലും പരിസര പ്രദേശങ്ങളിലും വിദ്യാഭ്യാസ, സാംസ്കാരിക, സാമൂഹ്യ, രാഷ്ട്രീയ മേഖലകളിൽ നിറഞ്ഞ സാന്നിധ്യമായിരുന്ന ഒരു യുവ നേതാവും എൻ്റെ ആത്മസുഹൃത്തുമായ പുനീത് ദേവമാഷയുടെ പേരിൽ അദ്ദേഹത്തിൻ്റെ സ്മരണ കൊടുക്കുന്നതിനും അദ്ദേഹം വിഭാവനം ചെയ്ത പരിപാടികൾ നടപ്പിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിന് ആദരവ് നൽകുന്ന ഒരു സംഘടന ദേവമാസ്റ്റർ ഫൗണ്ടേഷൻ അതുപോലെ വാട്സപ്പ് കൂട്ടായ്മയും
ആ മേഖലകളിൽ അദ്ദേഹത്തിൻ്റെ ആശയ അഭിലാഷങ്ങൾക്കനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തി ഈ പ്രദേശങ്ങളിൽ നല്ല വിധത്തിലുള്ള സേവനം നടത്തി വരുന്ന ഒരു സംഘടനയെ നേരത്ത് അദ്ദേഹം അവരുടെ പ്രവർത്തനത്തെ ആദ്യമായി ഞാൻ അഭിനന്ദിക്കുകയാണ്. അതുപോലെ അവരേർപ്പെടുത്തിയ ഒരു പ്രഥമ പുരസ്കാരം പൊതുപ്രവർത്തകനെ തിരഞ്ഞെടുത്ത് അദ്ദേഹത്തിനെ ആദരിക്കുക എന്നുള്ളത് അത് തികച്ചും അത് ഏൽപ്പിച്ച ജൂറിമാർ അർഹതരായ ഒരു ആളെ തന്നെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ EVയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മുന്നിലിരിക്കുന്ന ജനങ്ങളോട് അദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നത് അധികം പറ്റാമെന്ന് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ട് ഞാൻ ആ മേഖലയിൽ കടക്കുന്നില്ല. എന്നിരുന്നാലും EVയെ സംബന്ധിച്ചിടത്തോളം ഒരു നിസ്വാർത്ഥനായ രാഷ്ട്രീയ പ്രവർത്തകൻ എന്നതിനേക്കാൾ ഉപരി നല്ല ഒരു വാഗ്മി, കർഷകൻ, പൊതുസേവകൻ എന്നെല്ലാ നിലയിലും നമ്മുടെ നാട്ടുകാർക്ക് സുപരിചിതൻ. തൻ്റെ നിസ്വാർത്ഥമായ പ്രവർത്തനത്തിലൂടെ ഒന്നും നേടാനും ഇല്ലാതെ എല്ലാം പൊതുജനങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച ഒരു ജീവിതത്തിൻ്റെ ഉടമയായി. മാത്രമല്ല സ്വമനസാലെ അദ്ദേഹത്തിന് നൽകിയ പാരിതോഷികം ആയി നൽകിയ ഈ അവാർഡ് പോലും തനിക്ക് വേണ്ട എല്ലാം പൊതു സേവനത്തിന് വേണ്ടി മാറ്റിവെച്ച ആ പൈസ പോലും IRPCക്ക് സംഭാവന ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരു മാതൃക കാണിച്ചിരിക്കുകയാണ്. അങ്ങനെ എല്ലാ നിലയിലും പൊതുരംഗത്തിന് വേണ്ടി ഒഴുങ്ങിവെച്ച ഒരു ജീവിതത്തിൻ്റെ ഉടമ ആ അദ്ദേഹത്തിന് അർഹപ്പെട്ട കൈകൾ ഒരു അംഗീകാരമാണ്. അത് വൈകിപ്പോയി എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിലും നമുക്ക് മറ്റു മാർഗങ്ങളില്ലല്ലോ. അതുകൊണ്ട് തന്നെ AV കുറിച്ച് കൂടുതലൊന്നും പറയാതെ അദ്ദേഹത്തിന് കൂടുതൽ ആയുരാരോഗ്യത്തോടുകൂടി ഇനി ഇത്തരത്തിലുള്ള ബഹുമതികൾ ഏറ്റുവാങ്ങാൻ കഴിയട്ടെ എന്നും ഈ പ്രവർത്തനം നടത്തിയ ഈ സംഘടനയ്ക്ക് എല്ലാവിധ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടും ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, സർവ്വപുരിയിൽ ദേവി മാസ്റ്ററുടെ സ്മരണ എക്കാലവും നിലനിർത്തുന്നതിനു വേണ്ടി പ്രവാസികളായ ഈ പ്രദേശത്തെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള ആളുകൾ രൂപീകരിച്ചിട്ടുള്ള ദേവി സൂര്യനാണ് സ്നേഹസൂര്യൻ എന്ന കൂട്ടായ്മ കഴിഞ്ഞ 5 വർഷക്കാലമായി ഈ നാടിൻ്റെ എല്ലാ മേഖലയും, നമുക്കറിയാം ദേവി മാഷ് എന്ന് പറയുന്ന വ്യക്തി ഏതെങ്കിലും ഒരു മേഖലയിൽ പ്രവർത്തിച്ച ആളല്ല. രാഷ്ട്രീയമായി, സാംസ്കാരികമായി, വിദ്യാഭ്യാസ രംഗത്ത്, ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത്, അങ്ങനെ സകലമാന വേദികളിലും മേഖലകളിലും വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള വ്യക്തിയാണ് സഖാവ് കുനൂർ ദേവി മാസ്റ്റർ. അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്തുകയും അദ്ദേഹം വിഭാവനം ചെയ്ത പ്രവർത്തനങ്ങൾ അതേപോലെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ എന്താണ് മാർഗമെന്ന ചിന്തയിൽ നിന്ന് തന്നെയാണ് ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഞങ്ങളെല്ലാം ആലോചിച്ചിട്ടുള്ളത്. ആ ഘട്ടത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയായിരുന്നു. കാരണം വിദേശത്തു നിന്നുകൊണ്ട് പ്രവാസ ജീവിതം നയിക്കുന്നതിനിടയിൽ നാട്ടിലെ ഇത്തരം പ്രവർത്തനങ്ങളിൽ എങ്ങനെയാണ് ഇടപെടുക എന്നുള്ള ഒരു ആശങ്ക ഞങ്ങൾക്കുണ്ടായി. എന്നാൽ ആ ആശങ്ക പരിഹരിക്കാൻ സാധിക്കുമാർ നാട്ടിലെ ദേവി മാസ്റ്ററുടെ സുഹൃത്തുക്കളായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒപ്പം പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തികളെയെല്ലാം കണ്ടെത്തിക്കൊണ്ട് അവരുടെ ഒരു കുനൂർ ദേവി ഫൗണ്ടേഷനിൽ തന്നെ രൂപീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ കൂട്ടായ്മ ഈ നാട്ടിലെ ജനങ്ങളുടെ ആകെ സ്നേഹവായ്പ് ഉണ്ടാകുമാർ പ്രവർത്തിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. ഒരുപാട് പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 5 വർഷക്കാലമായി ഞങ്ങൾ ഈ മേഖലയിൽ നടത്തിയിട്ടുണ്ട്. അങ്ങനെ ആ പ്രവർത്തനങ്ങളെല്ലാം നടത്തുമ്പോൾ കുനൂർ ദേവി എന്ന് പറയുന്ന സാമൂഹ്യ പ്രവർത്തകൻ, മനുഷ്യസ്നേഹി, സൗഹൃദത്തിന്റെ സ്നേഹസൂര്യനായിട്ടുള്ള ആ മനുഷ്യൻ എല്ലാ ദിവസവും സഭാസമയവും ഈ നാടിന്റെ പാതയോരങ്ങളിൽ അദൃശ്യനായി വിരാജിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്
ഞങ്ങൾ ഈ പ്രവർത്തനങ്ങളിലൂടെ നടത്തി തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം വളരെ അഭിമാനകരമായി തന്നെ ഞങ്ങൾക്ക് പറയാൻ വേണ്ടി സാധിക്കും. അതിനെല്ലാം ഉപരി ഞങ്ങൾ എല്ലാവരും തന്നെ ഈ വാട്സാപ്പ് കൂട്ടായ്മയുമായി പ്രവർത്തിക്കുന്ന എല്ലാവരും ഈ നാട്ടിൽ ഉള്ള സമയങ്ങളിൽ ഈ നാട്ടിൽ പ്രവർത്തിച്ചിരുന്ന പൊതുപ്രവർത്തകർ തന്നെയാണ്. രാഷ്ട്രീയമായും സാംസ്കാരികമായും ഉള്ള മേഖലകളിലെല്ലാം വിവിധങ്ങളായ പരിപാടികളിൽ പങ്കെടുക്കുകയും അതിനെല്ലാം നേതൃത്വം കൊടുക്കുകയും ചെയ്ത് പിന്നീട് പ്രവാസികളായിട്ടുള്ള ആളുകൾ തന്നെയാണ് ഈ വാട്സപ്പ് കൂട്ടായ്മക്ക് നേതൃത്വം നൽകിയിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ കുറെ കാലമായി ഈ നാടുമായി ഞങ്ങൾക്ക് അറ്റുപോയിട്ടുള്ള നാടീനരമ്പ് ബന്ധം, പ്രത്യേകിച്ച് രാഷ്ട്രീയമായി അതുപോലെ തന്നെ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ എല്ലാം ഇടപെടാനുള്ള ഒരു ബന്ധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. എന്നാൽ ഈ വാട്സപ്പ് കൂട്ടായ്മ രൂപീകരിച്ചതോടുകൂടി ഈ നാട്ടിലെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചു ഈ നാട്ടിലെ പുരോഗമന പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങളിലാകെ ഞങ്ങൾക്ക് ഇടപെടാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളത് അത്തരം നാട്ടിലെ വിവിധങ്ങളായ സംഘടനാ പ്രവർത്തകരുമായി ബന്ധപ്പെടാനും അവരുമായി ശരിക്കുള്ള പഴയതുപോലെ തന്നെ എങ്ങനെയാണോ ഞങ്ങൾ ഈ നാട്ടിലുള്ള സമയത്ത് പ്രവർത്തിച്ചത് അതുപോലെ തന്നെ പ്രവാസ ലോകത്ത് നിന്ന് ദൈനംദിനമായി ഇടപെടാൻ ഞങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഈ കൂട്ടായ്മയുടെ ഒരു നേട്ടമായി ഞങ്ങൾ കണക്കുകൂട്ടുകയാണ്. കാരണം ഇവിടുന്ന് പ്രവാസ ലോകത്തേക്ക് മാറുമ്പോൾ അവിടെ വലിയ 18-20 മണിക്കൂർ ജോലി ചെയ്യുകയും മറ്റ് ബന്ധങ്ങളൊന്നുമില്ലാതെ സ്വന്തം കാര്യങ്ങളിലേക്ക് ഒറ്റപ്പെട്ടു പോയിരിക്കുന്ന പ്രവാസ ലോകത്ത് ഞങ്ങളെ പോലെയുള്ള ആളുകളെ വീണ്ടും ഈ നാടിന്റെ എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങളിലും ദൈനംദിനമായി തന്നെ ഇടപെടിപ്പിക്കുവാനും ഒരു നല്ല രീതിയിലുള്ള ഒരു ആശയ വ്യക്തത നമുക്കറിയാം. പല ഘട്ടങ്ങളിലും ഈ നാടിന്റെ രാഷ്ട്രീയമായും സാംസ്കാരികവുമായ വിഷയങ്ങളിലെല്ലാം വളരെ വ്യത്യസ്തമായിട്ടുള്ള തെറ്റിദ്ധരിക്കപ്പെടുന്ന വാർത്തകളൊക്കെ കിട്ടി അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് പല പ്രവാസികളും പലപ്പോഴും മാറിപ്പോകുന്നത്. എന്നാൽ അതിൽ നിന്ന് മാറി വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ, പുരോഗമന പ്രസ്ഥാനങ്ങളുടെ വിവിധ പ്രശ്നങ്ങളുടെ നിലപാടുകൾ അവരിൽ വ്യക്തമായി മനസ്സിലാക്കുവാനും പഠിപ്പിക്കുവാനും കഴിഞ്ഞ 5 വർഷക്കാലമായുള്ള ഞങ്ങളുടെ പ്രവർത്തനം കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു നേട്ടമായി തന്നെ ഞങ്ങൾ വിലയിരുത്തുകയാണ്. ഈ 6ാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിലാണ് ഈ നാട്ടിലെ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന മുതിർന്ന പൊതുപ്രവർത്തകരെ ആദരിക്കണമെന്ന തീരുമാനമെടുക്കുകയും അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോ സഖാവ് എ.വി. ബാലേട്ടന് ഈ ഒരു പുരസ്കാരം നൽകാൻ ഞങ്ങൾക്ക് സാധിക്കുന്നത് എന്നുള്ളത് ഏറ്റവും ചാരിതാർത്ഥ്യജനകമായിട്ടുള്ള ഒരു കാര്യമായിട്ട് തന്നെ സൂചിപ്പിക്കുകയാണ്. ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ സഖാവ് പി കെ കുഞ്ഞനന്ദന്റെ ഉജ്ജ്വലമായ സ്മാരക നിരക്കുന്ന ഈ ഹാളിൽ വെച്ചുകൊണ്ട് സഖാവ് കുഞ്ഞിൽ മാസ്റ്ററുടെ പ്രാചീനമായ സ്മരണകൾ നിലനിർത്തിക്കൊണ്ട് സഖാവ് എ.വി. ബാലേട്ടന് ഒരു പുരസ്കാരം നൽകുന്നതിൽ ഞങ്ങളുടെ സംഘടനയ്ക്ക് കുനിയിൽ ദേവി ഫൗണ്ടേഷന് അതുപോലെ തന്നെ കുനിയിൽ ദേവിസൂര്യനാണ് സ്നേഹസൂര്യൻ എന്ന ഞങ്ങളുടെ കൂട്ടായ്മയ്ക്ക് ഏറ്റവും അഭിമാനകരമാണ്, ചാരിതാർത്ഥ്യകരമാണ്. അധികം ഇവിടെ സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. സഖാവ് എ.വി. ബാലേട്ടന്റെ മറുപടി പ്രസംഗം നമുക്കെല്ലാം കേൾക്കാം. അതുകൊണ്ട് ഞാനധികം നീട്ടിക്കൊണ്ടുപോകുന്നില്ല. സഖാവ് എ.വി. ബാലേട്ടൻ ഇനിയും ഒരുപാട് കാലം ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ മുൻനിന്ന് പ്രവർത്തിക്കുവാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അഭിവാദ്യം. ജ്യേഷ്ഠ സഹോദരൻ എ.വി. ബാലേട്ടൻ, വേദിയിലുള്ള ഓക്കെ വാസുമാസ്റ്റർ, അനിൽകുമാർ, എൻ്റെ അയൽവാസിയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായ ശാന്ത,
പൂർണ്ണ മാസ്റ്റർ, മുത്താറി ഇസ്മായിൽ സാഹിബ്, എൻ്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇതിലേക്ക് പങ്കിടുന്നത്. ഏകദേശം ഇവിടെ സൂചിപ്പിച്ചതുപോലെ 60-65 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ പ്രിയപ്പെട്ട ഞാൻ ഇവിടെ സൂചിപ്പിച്ച ജ്യേഷ്ഠ സഹോദരൻ ദേവിയും ഞാനും അന്നു മുതൽ ധാരാളം രാത്രികൾ ഒന്നിച്ച് കിടന്നിറങ്ങുകയും ചില സന്ദർഭങ്ങളിൽ ഒളിവിൽ പോകേണ്ടി വന്നപ്പോൾ ഒളിവിൽ പോവുകയും അതിപ്പോൾ ഈ ചെറിയ പ്രായത്തിലോട് പറഞ്ഞപ്പോൾ മനസ്സിലാവും. ഈ നാട്ടിൽ രാഷ്ട്രീയ പ്രവർത്തനവും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങളുമൊക്കെ സംഘടിപ്പിക്കാൻ വലിയ ത്യാഗം ചെയ്യിക്കുകയും ഈ നാട്ടിനെ ഇന്ന് കാണുന്ന രൂപത്തിൽ വളർത്തിയെടുക്കുവാൻ വളരെ പ്രയാസപ്പെട്ട ഒരു ഇദ്ദേഹമാണ് എൻ്റെ പ്രിയപ്പെട്ട എവിയെ പറ്റി ഇവിടെ ഞാൻ പ്രതിപാദിക്കുമ്പോൾ ദിവസങ്ങളോളം, മണിക്കൂറുകൾ പോരാ, ദിവസങ്ങളോളം പറഞ്ഞാൽ നിങ്ങളുടെ മുമ്പിൽ എനിക്ക് അദ്ദേഹത്തെ പറ്റിയുള്ള ആ സംസാരം സമയം മതിയാകില്ല എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇനിയും നല്ല ആരോഗ്യത്തോടുകൂടി സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് ഉയർന്നു നിൽക്കാൻ ദൈവം തമ്പുരാൻ ഉദവി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമ്മാനം സംഘടിപ്പിച്ച എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ രവി മാസ്റ്ററുടെ പേരിൽ, അതുപോലെ വാട്സപ്പ് കൂട്ടായ്മയുടെ എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. എൻ്റെ പ്രിയപ്പെട്ട സഖാവി, അതുപോലെ തന്നെ ഇവിടെ സംസാരിച്ചിട്ടില്ല സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബ്ലോക്കിൻ്റെ ശാന്ത, മുകുന്ദൻ മാസ്റ്റർ, മുത്താറി ഇസ്മയിൽ, അനിൽകുമാർ, ഓക്കെ വാസു മാസ്റ്റർ. എനിക്ക് വിട്ടുപോയോ എന്നറിയില്ല. കാരണം അബ്ദുള്ള മാഷ് ഇവിടെ സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് ആകെ എന്തോ ഒരു രോമാഞ്ചം ഉണ്ടാകുന്ന ഒരവസ്ഥയുണ്ടായത്. ഇദ്ദേഹത്തിൻ്റെ ബാല്യം ഞാൻ അങ്ങനെ കളിച്ചു വളർന്നവരാണ്. ആ വീടുമായി എപ്പോഴും ബന്ധമുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഉമ്മ എൻ്റെ അമ്മയായിരുന്നു. ഞാനിപ്പോൾ ഉള്ള മാഷത്ത് പറയും, ചില സ്ഥലത്തൊന്നും പറയാറുണ്ട്, ഏഷ്യൻ കമ്മിറ്റിക്കാർക്ക് വലിയ കുഴപ്പം നടക്കുന്നില്ല. ചായ കുടിക്കാൻ ഞാൻ ധൈര്യത്തിൽ കയറി പോകുന്ന, എൻ്റെ വിലയെക്കാട്ടും ധൈര്യത്തിൽ കയറി പോകുന്നൊരു വീടാണ് അബ്ദുള്ള മാഷ്. അവിടെ ഭക്ഷണത്തിന് യാതൊരു കുഴപ്പമൊന്നുമില്ല. മാഷൊക്കെ എന്നെ ഒരുമിച്ച് കൂട്ടുപോകണം. പക്ഷെ നല്ല ഭക്ഷണം കഴിക്കുന്ന, എന്നാൽ സന്തോഷത്തോടുകൂടി എനക്കാവശ്യമുള്ള 1-2 വർഷം ഇട്ടും കഴിച്ച് ഭർത്താവ് പറഞ്ഞ് അങ്ങനെ ഒരു ബന്ധമാണ് ഞങ്ങൾക്ക് നമ്മളുടെ ബന്ധം. ഇവിടെ പരിസരത്തുള്ള എല്ലാ ആളുകളും, പ്രത്യേകിച്ച് ന്യൂനപക്ഷപ്പെട്ട ആളുകളായിട്ടൊക്കെ നല്ല ബന്ധമാണ്. ആളുകൾ സംസാരിക്കുന്ന നടക്കാമെന്ന് വല്ലാത്തൊരു അവസ്ഥയുണ്ടായി. ഇതായാലും ഞാൻ ദീർഘിപ്പിക്കാതെ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് അവസാനിപ്പിക്കും. ഇങ്ങനെ ഒരു പരിപാടി കുനീരവി ഫൗണ്ടേഷൻ അതിൻ്റെ ആദ്യത്തെ ഉപഹാരം, പ്രഥമ ഉപഹാരം എനിക്ക് നൽകിയതിൽ എനിക്ക് ചാരിതാർത്ഥ്യമുണ്ട്. കാരണം രവി നല്ല ഒരു രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തേക്ക് ഉയർന്നു വരുന്ന കാലഘട്ടത്തിലുള്ള സഖാവ് നമ്മളിൽ നിന്ന് വിട്ടുപോയി. കാരണം രവിയുടെ ആ പ്രവർത്തനത്തിന്റെ തുടക്കത്തിൽ ഒരു ഘട്ടം വരെ
രവിക്ക് പല ഗുണങ്ങളുണ്ടായിരുന്നു. നമ്മുടെ പൊതുവെയുടെ കാഴ്ചപ്പാട് ഗുണമുള്ള അത്തരം ആളുകളെ നാടിനു വേണ്ടി വളർത്തിയെടുക്കുക ഞാൻ ഉപയോഗിക്കാറുണ്ട്. രവിയെ സംബന്ധിച്ചിടത്തോളം നാടിന് ആവശ്യമാണ് സഖാവ് എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ആദ്യകാല ബാലസംഘമായാലും പിന്നെ DYFP ആയാലും അതുപോലെ പിന്നീട് പാർട്ടി ലോക്കൽ സെക്രട്ടറി വരെ ആയിരുന്നു രവി. ആ രവിയുടെ വളർച്ചയിൽ ഏറ്റവും അധികം സന്തോഷിച്ചിട്ടുള്ള ഒരാളായിരുന്നു. കാലഘട്ടത്തിലാണ് അദ്ദേഹത്തെ നമ്മൾ മരണപ്പെട്ട നിലയിൽ കാണുന്നത്. വല്ലാത്ത വേദനയുണ്ടായ സംഭവം. ഏതായാലും ഈ കൂട്ടായ്മയും അതുമായി ബന്ധപ്പെട്ട വാട്സപ്പിന്റെ പരിപാടിയൊക്കെ കൂടെ പറഞ്ഞു ജീവിക്കുന്ന പോലെ തോന്നുന്നു. അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ച് രവിയുടെ പേരും അതുപോലെ തന്നെ രവിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് എന്തോ ഒരു ആശ്വാസം മനസ്സിൽ കിട്ടുന്നു. ഈ ഉപഹാരം ഞാൻ സ്വീകരിക്കുന്നതിലും എൻ്റെ മനസ്സിനുള്ള സന്തോഷം, രവി മരിച്ചതിനുള്ള ദുഃഖം എന്നെ സംബന്ധിച്ചിടത്തോളം അടുത്ത ബന്ധുകൂടിയാണ്. അപ്പൊ ഏതായാലും രവിയുടെ നാമധേയത്തിൽ എനിക്ക് ഏറ്റുവാങ്ങാൻ കഴിഞ്ഞതിൽ ഞാൻ പൊതുവെ ചരിതാർത്ഥനാണ്. അതുപോലെ തന്നെ ഇവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ചില കാര്യങ്ങൾ EP അടക്കം അവിടെ നിങ്ങളോട് സംസാരിച്ചിട്ടുള്ള അബ്ദുള്ള മാഷ് അടക്കം പറയുകയാണ്. ആസുമാഷ് സംസാരം കുറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞങ്ങൾ ആ നിലക്ക് ഏറ്റുമുട്ടിയിട്ടുള്ള ആളാണ്. അതുപോലെ തന്നെ ബന്ധം നിലനിർത്തി ഇതൊക്കെ ഉണ്ടെങ്കിലും ആ വ്യക്തിബന്ധം ഒരാത്മബന്ധമായി വളർന്ന് അത് നിലനിർത്തി ഈ സമയം വരെ കൊണ്ടുപോകുന്നത് സഹായിച്ചു. മാഷ് ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വരുമ്പോൾ ഏറ്റവും സന്തോഷിച്ച ഒരാൾ ഞാനായിരുന്നു. ഏതായാലും മാഷ് ശരിക്കും കാര്യങ്ങളൊക്കെ കൂടെ പറഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ നാട് ഇന്ന് കാണുന്ന തരത്തിലുള്ള നാടായിരുന്നില്ല പഴയ കാലം. എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ ഏട്ടനൊരു കച്ചവടം ഉണ്ടായിരുന്നു. എൻ്റെ വീട്ട് പറമ്പ് തന്നെ ഈ റോഡോട് എടുത്തിരിക്കുന്ന സ്ഥലം. ഞാനവിടെ രാവിലെ സഹായിക്കാൻ വേണ്ടി പോകും. അവിടെ വരുന്ന ചില ആളുകളുണ്ട്. അയാളെ അറിയുന്ന ആളുകൾ കൂട്ടത്തിരിക്കാൻ. ഒന്ന് മാവുള്ള ഓർമ്മത്ത് 50 മാപ്പിള എന്നാണ് വിളിക്കുക ഞങ്ങൾ. എനിക്ക് ഇന്നും എൻ്റെ സ്മരണയിലുള്ളതാണ്. നാട്ടുമുഖ്യസ്ഥനാണ്, നല്ല കുടുംബ പാരമ്പര്യമുള്ള ആളാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ അറിവ് അങ്ങേത്തര പല കാര്യങ്ങളുള്ള അറിവ് വളരെ വളരെ വലിയ അറിവാണ്. അവരുടെ കൂടെ ചില ആളുകളെ കടയിൽ നിർത്തിയിരിക്കുന്ന ആളുകളുണ്ടാവും. പത്തനായി പോയിരുന്നെങ്കിൽ എന്ന് പറയുന്ന ബർമാഷൽ കമ്പനിയിലാണ് ജോലി ഉണ്ടായിരുന്ന ബർമയിൽപ്പെട്ട് പത്തനായി പോയിരുന്നില്ല. നമ്മുടെ ഹൈസ്കൂൾ മാഷ് കുമാരൻ മാഷ ജ്യേഷ്ഠനാണ്. പത്തനായി പോയിരുന്നില്ല. അപാരമായ അറിവുള്ളൊരു മനുഷ്യനാണത്. ഞാൻ ചുരുക്കിയിരുന്നു. ഇവരടക്കമുള്ള 4-5 ആളുകൾ കൊക്കറുടെ നാരായണൻ നായർ, സി.ഒ. കേളു നായർ എന്ന് വേണ്ട ഇങ്ങനെ പഴയ ആളുകൾ അവിടെ ഇരുന്ന് പറയുന്ന ഒട്ടേറെ കഥകൾ എന്നെ ആകർഷിച്ചു. ഞാൻ വലിയ പണിയെടുക്കുന്നുണ്ടെങ്കിലും ഇവര് പറയുന്ന കഥകൾ ഞാൻ ശ്രദ്ധിക്കുമെങ്കിൽ ശ്രദ്ധിക്കും. വല്ലാതെ അനുഭവമായിരുന്നു ആ കഥകളൊക്കെ തന്നെ. നേരത്തെ ഇവിടെ സൂചിപ്പിക്കും പറയുകയുണ്ടായി, എൻ്റെ പ്രസംഗത്തെക്കുറിച്ച് പറയുകയുണ്ടായി. കുന്നോത്തുപറമ്പിൽ സുവർണ്ണ കുരിക്കളുണ്ടായിരുന്നു. കോൽക്കളി അതുപോലെ തന്നെ പൂരക്കളി ജില്ലയുടെ ആശാനാണ്, സംസ്കൃത പണ്ഡിതനാണ്, പ്രായമുള്ള ആളാണ്. രാവിലെ വീട്ടിൽ നിന്ന് ഉറക്കം കഴിഞ്ഞാൽ 3 മീൻ വേണം. അതിന് കയറുന്നു. ഉണ്ണിച്ചിക്കണം വന്നോന്ന് ചോദിക്കും. എന്നോട് വന്നിട്ട് ഉണ്ണിച്ചിക്കണം ആ മീൻ കൊണ്ടിരിക്കണം. ഞാൻ പറയും കണ്ണെടുത്ത് ഇപ്പോൾ വെറും വീട്ടിലെ കുത്തിരിക്കും പോലും എൻ്റെ അടുത്ത് കുത്തിരിക്കും കഥ പറയും. ഞാനെന്താ വെച്ചാൽ പ്രസംഗത്തേക്ക് ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് പറയാമെന്ന്. കഥകൾ പലതും സുവർണ്ണ കുരിക്കൾ ഇങ്ങനെ പറയും. രസകരമായ കഥയായിരിക്കും, ചിരിച്ചു മണ്ണിലേക്ക് പോകും.
ഞാൻ പറയും ഇതൊരു കഴിവാ ഒരിക്കലും ഇതെല്ലാം ഇങ്ങനെ പഠിച്ചിട്ട് സംസ്കൃതം നന്നായിട്ട് അത് മലയാളത്തിലാക്കി ഇറക്കി. അതൊരു അനുഭവമായിരുന്നു. ഒരിക്കല് എല്ലാ കാര്യങ്ങളും പറയും, അവസാനങ്ങൾ പറഞ്ഞു കിടപ്പാല എല്ലാ കാര്യത്തിനും ചില പൊടിക്കൈ ഉപയോഗിക്കാനുണ്ട്. എല്ലാ കാര്യത്തിലും അത് സംസാരത്തിൽ പ്രസംഗത്തിൽ പൊടിക്കൈ ഉപയോഗിക്കണം. ഞാൻ ഈ പ്രസംഗത്തിൽ ഉപയോഗിച്ച പൊടിക്കൈയുടെ ഉപയോഗിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വെച്ചാല് ഇങ്ങനെ പ്രായമുള്ള ആളുകളുടെ കൂടെ നിന്നും ഇരുന്നും കളിച്ചും ഞാൻ പല കാര്യങ്ങളും അവരുടെ അടുത്ത് മനസ്സിലാക്കിയിട്ടുണ്ട്. അതൊരു വലിയ കാര്യമില്ല. കാരണം പ്രാഥമിക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു ഞാൻ ESLC വരെ മാത്രമാണ് ഹയർ എലിമെന്ററി, അത് HES സ്കൂളാണ്, ഹയർ എലിമെന്ററി സ്കൂൾ. പക്ഷെ അന്ന് 8ാം ക്ലാസ് പാസ്സായാൽ ട്രെയിനിങ്ങിന് പോവാം. നിർഭാഗ്യത്തിന് പോകാൻ കഴിഞ്ഞില്ല. അതിന് ഇപ്പോൾ ഒരു വേദനയ്ക്കാൻ മനസ്സ് നിർഭാഗ്യത്തിന് പോകാൻ കഴിഞ്ഞു. അക്കാലത്ത് 5ാം ക്ലാസ് പഠിച്ച മാഷന്മാരുണ്ട്. ആ 5ാം ക്ലാസ്സിൽ പഠിച്ച് മാഷായിട്ട് പോകാൻ കഴിഞ്ഞു. 8ാം ക്ലാസ് മാഷന്മാരാണ്. ഞാൻ എൻ്റെ പ്രായത്തിൽ ഒക്കെയുള്ള ആളുകൾ നമ്മുടെ പ്രദേശത്ത് 8ാം ക്ലാസ് വരെ പഠിച്ച മാഷന്മാർ. ഇനിയാണ് SSLC ഇല്ല. അന്ന് 5th form 6th form എന്ന് പറയുന്ന ഫോമുകൾ സ്കൂൾ. ഞാൻ നിർത്തിയാ, ഞാൻ ചോദിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനും അറിവ് സമ്പാദിക്കാനും ഒക്കെ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ എന്താ വെച്ചാൽ ആ പ്രസംഗത്തെ പറ്റി ഇപ്പോൾ സൂചിപ്പിച്ചതുകൊണ്ടാണ് പറയുന്നത്. നമ്മുടെ നാടിന്റെ പഴയ കാലഘട്ടത്തിൽ നിന്നും ഇന്നത്തെ അവസ്ഥയിലേക്ക് വളർന്നു വരുന്നതിൽ ഈ പ്രദേശത്തുള്ള ആളുകൾ, പ്രത്യേകിച്ചും രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട ആളുകൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട ആളായ തിരക്കില്ല, മറ്റ് എതിർ പാർട്ടികളിൽപ്പെട്ട ആളായ തിരക്കില്ല, വലിയ ത്യാഗം അനുഭവിച്ചിട്ടാണ് അക്കാലത്തൊക്കെ പ്രവർത്തിച്ചു വന്നിട്ടുള്ളത്. ഏത് പാർട്ടിയായിരുന്നു ത്യാഗ മനോഭാവം അന്ന് രാഷ്ട്രീയ പ്രവർത്തകന്മാർക്ക് ഉണ്ടായിരുന്നു. ഇന്നാണ് അത് കുറഞ്ഞു വരുന്നത്. ത്യാഗ മനോഭാവം കുറഞ്ഞു വരുന്ന ഇക്കാലത്താണ്. അന്ന് ത്യാഗ മനോഭാവം എല്ലാ രാഷ്ട്രീയപ്പെട്ട ആളുകൾക്കും ഉണ്ടായിരുന്നു. നമുക്ക് അന്ന് കാണപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവ് സഹോദരൻ പിയാറാണ്. പിയാറക്കെതിരായി പ്രസംഗിച്ച ഒരാളാണ് ഞാൻ. പക്ഷേ എനിക്ക് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തോട് ബഹുമാനമുള്ളതാണ് അന്നും ഇന്നും എല്ലാം തന്നെ. അത്ര കഴിവുള്ള ഒരു രാഷ്ട്രീയ നേതാവ് നമ്മുടെ ജില്ലയിൽ തന്നെ ഉണ്ടോ എന്നുള്ള പല ഗുണങ്ങളും ഉണ്ട്, ചില ദോഷങ്ങളും അദ്ദേഹം. പക്ഷേ ഗുണങ്ങളും ദോഷങ്ങളും രണ്ടും വെച്ച് പരിശോധിച്ചാലാണ് അതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നത്. കാരണം നമ്മുടെ പ്രദേശത്തിന്റെ ഇന്നത്തെ ഒരു അവസ്ഥ പരിശോധിച്ച് നോക്കുമ്പോൾ അന്നുള്ള കാലഘട്ടത്തെ പറ്റി ചിന്തിക്കുമ്പോൾ ചില കാര്യങ്ങളെല്ലാം മനസ്സിൽ വരുന്നത് സൂചിപ്പിക്കാൻ നിൽക്കുന്നില്ല, നിർത്തുക. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പാർട്ടി എന്നുള്ളവർക്ക് ഇവിടെ വലിയ ഏറ്റുമുട്ടലുകൾ നടന്നിട്ടുള്ള ഒരു പ്രദേശമാണ്. ലക്ഷ്യമിട്ടുള്ള കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിച്ചു. വലിയ ഏറ്റുമുട്ടലുകൾ, കർഷക സമരങ്ങൾ നടന്നിട്ടുള്ള പ്രദേശമാണ്. ആ കർഷക സമരത്തിൽ എനിക്ക് പങ്കുവഹിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അത് മോഹൻഗിരി എസ്റ്റേറ്റിലായാലും വടക്കേക്കുളം എസ്റ്റേറ്റിൽ പട്ടയം കിട്ടാൻ സാധ്യതയില്ലാത്ത, കാരണം മിച്ചഭൂമി ഗവൺമെന്റ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ പട്ടയം കൊടുക്കുന്ന സമ്പ്രദായം ഉണ്ടാവില്ല. ആ ഭൂമിയാണ് പട്ടയം കൊടുക്കുന്ന തരത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ചെറിയൊരു സാധനമല്ല. അതിനുവേണ്ടി ചോദിച്ച ഗോപാലപ്പുറം ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. അശോക് മാഷ് നമ്മുടെ കൂടെ ഇല്ല. ഞങ്ങളൊക്കെ ഒന്നിച്ചു ചേർന്നുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു പ്രവർത്തനം, അതിൻ്റെ ഒക്കെ ഭാഗമായിട്ടാണ് ആ കർഷക സമരത്തിന്റെ വിജയം. 25 വർഷക്കാലത്തുള്ള സമരത്തിലാണ് അത് നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞത്. ചാരിതാർത്ഥ്യമുള്ള കാര്യത്തിൽ 100 ആളുകൾ ഒഴിച്ച് ബാക്കി എല്ലാ ആളുകളും 2000 ഏക്കർ ഭൂമി അന്ന് പതിച്ചു കൊടുക്കേണ്ടത് മുഴുവൻ പതിച്ചു കൊടുത്ത് കൃഷിക്കാർക്ക് കിട്ടേണ്ടത് മുഴുവൻ കിട്ടി. ആ നിലയിലേക്ക് എത്തിക്കുന്നതിൽ വലിയ ഇടപെടലിന്റെ കർഷക സംഘം എന്ന നിലക്കും സർവകക്ഷി കൃഷിക്കാർ എന്നുള്ള നിലക്കും ധാരാളം ആളുകൾ എത്തിക്കുക. അന്തർമാസപ്പോലുള്ള ഒട്ടേറെ ആളുകൾ അതിനുവേണ്ടി വലിയ ത്യാഗവും പ്രവർത്തനമൊക്കെ സഹിച്ചിട്ടുണ്ടായിരിക്കാം. അതൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ള ഒട്ടേറെ സംഭവങ്ങളാണ്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഏതായാലും ഇന്ന് നമ്മുടെ പ്രദേശത്തൊക്കെ തന്നെ ഈ പറയുന്ന തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളും അവരുടെ പ്രവർത്തനവും അതിൻ്റെ വളർച്ചയും താഴ്ചയും ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു. ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലക്ക്
എന്നെപ്പറ്റി ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ഞാൻ അവരോടൊക്കെ നന്ദി വാക്കുകൾ പറയുക. ഒന്നുമല്ലാത്ത എന്നെ ഒരു നാട്ടിലെ ഒരു പൊതുപ്രവർത്തകനാക്കി മാറ്റുന്നതിൽ എൻ്റെ പ്രസ്ഥാനവും അതുപോലെ തന്നെ എന്നെ ആ കാലഘട്ടത്തിൽ അംഗീകരിച്ചിട്ടുള്ള ആളുകളും അതുപോലെ മറ്റ് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടുള്ള ആളുകളും ഒക്കെ നല്ല ബന്ധം ഞാൻ അന്നും പുലർത്തിയിട്ടുണ്ട്, ഇന്നും പുലർത്തിയിട്ടുണ്ട്, ഇനിയും പുലർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ ജീവിച്ചിരിക്കുന്ന കാലം വരെ. അതുപോലെ തന്നെ നമ്മുടെ പ്രദേശത്തിൻ്റെ ഒട്ടേറെ ചരിത്രപരമായ സംഭവങ്ങൾ നമ്മുടെ നാടിൻ്റെ പുതിയ തലമുറയെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. നമ്മുടെ തലമുറയിൽ നിന്ന് വലിയ മാറ്റങ്ങൾ വന്നിരിക്കുകയാണ്. ചെറിയ മാറ്റം തന്നെ വന്നത്, തലമുറയിൽ നിന്ന് വന്ന മാറ്റം വല്ലാത്തൊരു മാറ്റമാണ് വന്നിട്ടുള്ളത്. ഞാനതിൻ്റെ എല്ലാ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. വേദനിപ്പിക്കുന്ന സംഭവങ്ങളാണ് സമൂഹത്തിൽ പലതും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കൊക്കെ ചിന്തിക്കാൻ കഴിയാത്ത സംഭവങ്ങളാണ് ഇന്ന് സമൂഹത്തിന്റെ നാനാ മേഖലയിൽ നമുക്കിപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നത്. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്ന് തന്നെ ചിന്തിക്കാൻ പോലും കഴിയില്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നാട് പോകുമ്പോൾ ആ നാട്ടിലെ പുതുതലമുറയെ നാടിന് വേണ്ടി മാറ്റിയെടുക്കാനും നാടിന്റെ പൊതുവായ ആവശ്യങ്ങൾക്ക് വേണ്ടി അവരെ ഉപയോഗപ്പെടുത്താനും നാടിനെ സംരക്ഷിച്ചു നിർത്താനും കഴിയുന്ന തരത്തിലേക്ക് അത്തരത്തിലുള്ള ആളുകളെ ബുദ്ധിപരമായി വളർത്തിയെടുക്കാൻ വേണ്ടി ഇന്ന് നിലവിലുള്ള സമൂഹം അതിൽ ചിന്തിക്കുന്ന ആളുകൾ അതിന്റെ പ്രവർത്തനം നടത്തണം. അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ഒട്ടേറെ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. ഞാൻ കൂടുതൽ നീട്ടി പറയണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഈ രവിയുടെ പേരിലൂടെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ അവാർഡ് അതുപോലെ തന്നെ ഉപഹാരം ഞാൻ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ആ സംഘടനയുടെ കാര്യം ഞാനിവിടെ സൂചിപ്പിച്ചു. നല്ലതാണ്, തരം പരിപാടികൾ സംഘടിപ്പിക്കാൻ വേണ്ടി കഴിയണം. അതുപോലെ തന്നെ നമ്മുടെ നാടിൻ്റെ പൊതുവായ മറ്റു കാര്യങ്ങൾ അതൊക്കെ വെച്ചുകൊണ്ട് നാടിൻ്റെ ആവശ്യത്തിന് വേണ്ടി രാഷ്ട്രീയം തൽക്കാലം മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് ഒന്നിച്ചു ചേരാൻ വേണ്ടി കഴിയണം. ഞാനിപ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു ചിന്ത അതാണ്. നാടിൻ്റെ പൊതുവായ ആവശ്യത്തിന് വേണ്ടി നമുക്ക് യോജിക്കാനും പ്രവർത്തിക്കാനും കഴിയണം. നാടാണ് ഇന്ന് അപകടത്തിൽപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ നാട്. അതുപോലെ തന്നെ നമ്മുടെ രാജ്യം, ഈ ലോകം ഒക്കെ തന്നെ ഒരു അപകടകരമായ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഇതിനെയൊക്കെ സംരക്ഷിക്കാൻ എന്ത് വഴിയുണ്ട് എന്നാണ് നമ്മളൊക്കെ ചിന്തിക്കേണ്ടത്. അതിനുവേണ്ടി ഇത്തരം സംരംഭങ്ങൾ, ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എന്നെപ്പറ്റി നല്ല വാക്കുകൾ പറഞ്ഞിട്ടുള്ള മുഴുവൻ ആളുകളെയും ഈ സമയം വരെ ഇവിടെ ഇരുന്ന് ഇത് കേൾക്കാൻ നിന്നിട്ടുള്ള എൻ്റെ സഹോദരി സഹോദരന്മാരോടും എല്ലാ തരത്തിലുള്ള നന്ദിയും പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. പുരസ്കാരത്തിന്റെ ആദ്യത്തെ പുരസ്കാരം നൽകുന്ന ലളിതവും എന്ന പ്രൗഢഗംഭീരവുമായ ചടങ്ങിലാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. ഈ ഒരു ചടങ്ങ് കുറെ കൂടി വിപുലമായി ഒരു പൊതു സ്ഥലത്ത് നടത്തണം എന്നുള്ളതാണ് ഞങ്ങൾ തീരുമാനിച്ചിരുന്നത്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ നിലവിലുള്ള സാഹചര്യം അതിനെ ഈ ഒരു ഹോളിലേക്ക് ചുരുക്കുന്നതിന് നിർബന്ധം നമുക്കായിരുന്നു. ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചിട്ടുള്ളത് ഈ പരിപാടിയുടെ സംഘാടക സമിതിയുടെ ചെയർമാനും CPM-ന്റെ കണ്ണൂർ ഏരിയ സെക്രട്ടറിയുമായിട്ടുള്ള സമിതിയുടെ അദ്ദേഹത്തിന് രവി ഫൗണ്ടേഷന്റെയും വാട്സപ്പ് കൂട്ടായ്മയുടെയും നന്ദി അറിയിക്കുന്നു. ഈ അവാർഡ് നൽകിയിട്ടുള്ളത് CPI-യുടെ കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ മന്ത്രിയുമായുള്ള ലേഖാജനാണ്. അദ്ദേഹത്തിന് രവി സൂര്യനാണ് സൂര്യൻ വാട്സപ്പ് കൂട്ടായ്മയുടെയും അവാർഡ് ഏറ്റുവാങ്ങിയിട്ടുള്ള ദേവനായ പലരും വാട്സപ്പ് കൂട്ടായ്മയുടെയും ഫൗണ്ടേഷന്റെയും ഏർപ്പെടുന്നു. അതുപോലെ ആശംസാ മത്സരം നടത്തിയിട്ടുള്ള P. Hanindran, Advaita Arni, V.P. Chandra, M.K. Anilkumar, Ismail Mudariyada, K. Bhujan Master, K.P. Suresh, എന്നിവർക്കും ഫൗണ്ടേഷന്റെയും വാട്സപ്പ് കൂട്ടായ്മയുടെയും നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഈ ചടങ്ങിനെ സ്വാഗതം ആശംസിച്ച ഈ സംഘാടക സമിതിയുടെ കൺവീനർ കൂടിയായിട്ടുള്ള
പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന മുഴുവൻ ആളുകൾക്കും ഒരിക്കൽ കൂടി ഈ കൂട്ടായ്മയുടെയും ഫൗണ്ടേഷന്റെയും നന്ദി അറിയിച്ചുകൊണ്ട്